ഓക്കെ. ഒരു 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 മിനിറ്റ് നേരം നമ്മൾ എന്തായിരുന്നു കണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പര്യാലോചിക്കുന്നത്. അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ, ഈ അധ്യായം മാത്രമായിട്ട് എടുക്കുമ്പോൾ ഇതിനു മുമ്പ് എടുത്ത അധ്യായങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് വെറുതെ മനസ്സിലൊന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു തുടർച്ച കിട്ടും. അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മള് നിങ്ങൾക്കറിയാവുന്നതുപോലെ 1985 കരുണാസമ്പന്ന ദിവസിൻ മിസരി കോഡിയ എന്ന ചാക്രിക ലേഖനമാണ് നമ്മൾ ഈ കണ്ട കാലമായിട്ട് 7 ദിവസങ്ങളായിട്ട് 6 അധ്യായങ്ങൾ പഠിച്ചു. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭാഗം, ഒന്നാമത്തെ അധ്യായം, ഇതിപ്പോ എല്ലാ തവണയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാപ്പാടായിരിക്കും, എന്നാലും പറയുക, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ദ കർട്ടൻ റൈസർ. രണ്ടാമത്തേത് മെസയാനിക സന്ദേശം, ദ ക്രീം ഓഫ് മെസയാനിക് മെസ്സേജ്. എന്താണ് ക്രിസ്തു ചെയ്തത്, കണ്ടത്, ക്രിസ്തു ചെയ്തത് എന്താണ്, വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എന്താണ് ചെയ്തത്? അതിന് നമ്മൾ കീവേഡായിട്ട് എടുത്തത് കുരുടർ കാണുന്നു, അന്ധർ ബധിരർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, ആ ഒരു ഭാഗം. അതിനുശേഷം നമ്മൾ കാരുണ്യത്തോടു കൂടെ ക്രിസ്തു സമീപിച്ചു. അവിടുത്തെ പെസഹ രഹസ്യം തന്നെ കാരുണ്യത്തിന്റെ ഒരു ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാവുകയില്ലാത്തതുമായ ദൈവകാരുണ്യത്തിന്റെ മഹാപ്രകടനമായിരുന്നു എന്ന് പറഞ്ഞു വെച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ക്രിസ്തു നമ്മളോട് കാണിച്ച കാരുണ്യം എന്താണ് എന്ന് ക്രിസ്തുവിന്റെ ഭാഷയിൽ തന്നെ ശ്രമിക്കുവാൻ വേണ്ടി അതിന് പശ്ചാത്തലം എന്ന വണ്ണം മൂന്നാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിലെ കാരുണ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു. കാരുണ്യത്തിന്റെ അവാന്തര നാനാർത്ഥത്തിലുള്ള പല ഒരേ കാരുണ്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, എന്നാൽ വിവിധ വാക്കുകൾ കൊണ്ട് അതിന്റെ മൂലഭാഷയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാരുണ്യത്തിന്റെ അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഹെസദ് ഉണ്ടായിരുന്നു, റഹാമി ഉണ്ടായിരുന്നു, ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ചർച്ച ഇനിയില്ല അതിനെ സംബന്ധിച്ച്. അങ്ങനെ ധൂർത്തപുത്രന്റെ ഉപമയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു വെച്ചു. മനുഷ്യൻ നീതിയുടെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. മനുഷ്യന്റെ പ്രതിനിധിയായി അവിടെ ധൂർത്തപുത്രൻ നിൽക്കുകയാണ്. അവൻ നീതിയുടെ ക്രമം അനുസരിച്ച് തന്നെ അവിടെ നീതിയുടെ മാനദണ്ഡം അനുസരിച്ച് തന്നെ ക്രമപ്പെടുത്തി. എനിക്ക് വേണ്ട, എനിക്ക് പുത്രത്വമൊക്കെ ഞാൻ കളഞ്ഞു കുളിച്ചു, അതുകൊണ്ട് എനിക്ക് ദാസത്വം മതി എന്ന് പറഞ്ഞു. എന്നാൽ പിതാവാകട്ടെ അവന്റെ മനുഷ്യത്വത്തിന്റെ അഥവാ പുത്രത്വത്തിന്റെ മഹനീയതയെക്കുറിച്ച് അതൊരിക്കലും നഷ്ടപ്പെടില്ല എന്ന യഥാർത്ഥ സത്യം വെളിവാക്കുമാറ് അതിനെക്കുറിച്ച് ബോധവാനായ അവിടുന്ന് അദ്ദേഹം ആ മഹത്വത്തെ പുനഃസ്ഥാപിക്കുകയാണ്, വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നീതിയെ ഉല്ലംഘിക്കുന്ന കരുണ നമ്മൾ കണ്ടു. നീതിയെ പരാജയപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരുണയെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. പരാജയപ്പെടുത്തുക എന്നുള്ളത് ആ വാച്യാർത്ഥത്തിലല്ല നമ്മൾ എടുക്കുന്നത്, ഉല്ലംഘിക്കുന്ന എന്നതാണ് ശരി. അതിനുശേഷം നമ്മൾ പെസഹ രഹസ്യം, ക്രിസ്തു അവതരിപ്പിച്ച ഈ ധൂർത്തപുത്രന്റെ ഉപമയുടെ യഥാർത്ഥത്തിലുള്ള ദൃശ്യാവിഷ്കരണം, അതും പോരാ, അതിനും അപ്പുറത്തേക്ക് മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപങ്ങളുടെയും നീതി അവന്റെ മേൽ നടപ്പാക്കുകയും എന്നാലോ അതിനപ്പുറത്തേക്ക് കാരുണ്യത്തിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത കാരുണ്യാധിഷ്ഠിതമായ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ക്രൂശുമരണവും നമ്മൾ കണ്ടു. ക്രൂശുമരണത്തിൽ അവസാനിക്കുന്നതല്ല ക്രിസ്തുവിന്റെ കാരുണ്യം, അത് ഒഴിഞ്ഞ കല്ലറയാണ്. ഒഴിഞ്ഞ കല്ലറയിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. മനുഷ്യകുലത്തിലെ ഓരോരുത്തരും ഒരു ഒഴിഞ്ഞ കല്ലറയ്ക്ക് യോഗ്യതയും അവകാശവും ഉണ്ട് എന്ന് അവിടുത്തെ സ്ഥാപിച്ചെടുത്തു. അങ്ങനെ ഒടുങ്ങിപ്പോകാനുള്ളവനല്ല അവൻ, മരണമെന്നത് തുടങ്ങാനുള്ളതാണ് എന്ന് ക്രിസ്തു നമ്മളോട് സംസാരിച്ചു, കാണിച്ചു തന്നു. കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറഞ്ഞു. അഗ്രഗാമിയായി നമുക്ക് മുമ്പേ നടന്നു. ആദ്യജാതനായി ദൈവിക വരപ്രസാദ ഫലങ്ങൾ നമുക്കായി തന്നു. തൻ്റെ രക്തവും
തൻ്റെ മാംസവും നമുക്കായി പകുത്തു തന്ന് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തി. അങ്ങനെ ദാസത്വമല്ല പ്രത്യുത പുത്രത്വം അവിടെ തന്നു. അതിനുശേഷം നമ്മൾ കാരുണ്യം തലമുറ തോറും എന്ന ഇത് കണ്ടു. നമ്മൾ കാരുണ്യം തലമുറ തോറും എന്നതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. നമ്മൾ കാരുണ്യം തലമുറ തോറും കണ്ടോ, എടുത്തോട്ടെ. നമ്മുടെ തലമുറയുടെ ഭാഗ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ഒരു ദൈവശാസ്ത്രപരമായ സംഗതി എന്നതിനേക്കാൾ ഉപരിയായി അതിൻ്റെ ഒരു ഛായ സാമൂഹിക പ്രബോധനത്തിൻ്റെതാണ് എന്നുകൂടി നമ്മൾ പറഞ്ഞു വെച്ചു. സഭയുടെ 14 1 15 1 എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നവജാത ശിശുവായിരിക്കുന്ന പത്തേലി തൂത്തി അതടക്കം 15 എണ്ണം. ഇവയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒളിമങ്ങാതെ കിടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങള്, സാമൂഹിക അനീതികള്, സാമൂഹിക നേട്ടങ്ങള്, ഇതെല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു 6 ഖണ്ഡികയിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചു. നമ്മുടെ തലമുറയുടെ ഒരു പ്രതിബിംബം എന്താണ് നമ്മുടെ തലമുറ എന്നുള്ളതിനെ കുറിച്ച്. നേട്ടങ്ങൾ ഒരുപാടുണ്ടെന്നും എന്നാൽ ഈ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് അതിനെ വെല്ലുന്ന, അതിന്റെ ഒളി മങ്ങി പോകുന്ന തരത്തിലൊരു കോട്ടങ്ങളുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. നമ്മെ വിശേഷിപ്പിക്കുന്നത് ഒരു വിശേഷാനുകൂല്യമുള്ള തലമുറയാണ് എന്ന. വൻതോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ഈ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണമല്ല, അതിനേക്കാൾ അധികമാണ്. കാരണം ഈ മാറ്റങ്ങളുമായി എപ്പോഴും സമരസപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ. കാളവണ്ടി യുഗത്തിൽ നിന്ന് നമ്മുടെ കൺമുമ്പിലൂടെ നാം ഇന്ന് സൂപ്പർസോണിക് യുഗത്തിലേക്ക് മാറിയിരിക്കുക. അതിനും അപ്പുറത്ത് എന്ത് യുഗമുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്. അതിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. എല്ലാ എഴുത്തിലും കടലാസിലും നിന്ന് നമ്മൾ കാൽപ്പനിക ലോകത്തിലേക്ക് കടന്നിരിക്കുക. അതൊന്നും ഇല്ല ഇപ്പോ. അടുത്ത തലമുറ നമ്മളൊക്കെ സ്ലേറ്റിലാണ് എഴുതി പഠിച്ചത് എന്ന് പറയുമ്പോൾ പുച്ഛിച്ചൊരു ചിരിച്ചിരിക്കും. അതൊന്ന് അഭിമുഖീകരിക്കാൻ വേണ്ട ഒരു മാനസിക ധൈര്യം ഒന്ന് ആർജിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇങ്ങനെ ഊറ്റം കൊള്ളാൻ മാത്രമുള്ള സംഗതികളൊന്നുമല്ല, നേട്ടങ്ങൾക്ക് അപ്പുറമായി കോട്ടങ്ങളുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. 4-ാമത്തെ ഖണ്ഡിക അങ്ങനെയാ പറയുന്നത്. എന്നാൽ ഇവയോടെല്ലാം, അല്ലെങ്കിൽ ഇവയുടെ എല്ലാം ഭാഗമായി വളർച്ച ഉണ്ടാകുമ്പോഴെല്ലാം പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനുശേഷം നമ്മളവിടെ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യന്റെ ഏറ്റവും കഷ്ടതരമായ അവസ്ഥയെക്കുറിച്ച് 50 വർഷങ്ങൾക്ക് മുമ്പ് 2-ാം വത്തിക്കാൻ സുനഹദോസ് സഭ ആധുനിക ലോകത്തിൽ എന്ന അതിൻ്റെ പാസ്റ്റോറൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ 10-ാമത്തെ ഖണ്ഡികയിൽ ചോദിച്ച ചോദ്യം അദ്ദേഹം ഇവിടെ ആവർത്തിക്കുകയാണ്. എന്താണ് മനുഷ്യൻ? മനുഷ്യൻ ഇത്രമാത്രം പുരോഗമനം നേടിയിട്ടും തുടർന്ന് നിൽക്കുന്ന വേദനയുടെയും തിന്മയുടെയും മരണത്തിന്റെയും സാരമെന്താണ്? ഇത്ര വില കൊടുത്തു നേടിയ വിജയങ്ങൾ എന്തിനു വേണ്ടിയാണ്? സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മനുഷ്യന് കഴിയും? സമൂഹത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും? ഈ ഭൗമിക ജീവിതത്തിൽ എന്താണുള്ളത്? ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്താണുള്ളത്? അദ്ദേഹം പറയുന്നു, 2-ാം വത്തിക്കാൻ കൗൺസില് അവസാനിച്ചിട്ട് കാലം കുറേയായി. നമുക്ക് അദ്ദേഹം എഴുതിയ കാലത്തേക്കാളും കുറെ കൂടെ കഴിഞ്ഞു ഇപ്പോൾ. പക്ഷെ ഈ ചോദ്യത്തിനൊന്നും സാധുതയുള്ള ഒരു ഉത്തരവും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ആ ചോദ്യത്തിലൊക്കെ നിഴലിക്കുന്ന വേപധു കൂടുതൽ അഗാധമായിട്ടേ ഉള്ളൂ. അതിലെ പരിഭ്രമം കൂടുതൽ മൂർച്ഛിച്ചിട്ടേ ഉള്ളൂ. അപ്പോ ഒരു കാര്യം ഉറപ്പ്, 2-ാം വത്തിക്കാൻ സുനഹദോസ് നമ്മോട് പങ്കുവെച്ച ആകുലതകൾ ഇന്നിന്റെ പശ്ചാത്തലത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ചർച്ച ചെയ്താൽ മാത്രം പോരാ, ഉത്തരം കാണപ്പെടേണ്ടവയുമാണ്. യഥാർത്ഥത്തില് ഇവിടെ, അതായത് കരുണാസമ്പന്നന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 6 അദ്ദേഹം പറഞ്ഞു നിർത്തുന്ന, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞു നിർത്തുന്ന ആ ഒരു വേപധുവിന്റെ സ്വരമുണ്ടല്ലോ,
അവിടെയാണ് ഫ്രത്തേലി തൂത്തിയുടെ 26 ആരംഭിക്കുന്നത്. അവ തമ്മിലുള്ള സമാനത അതിരുകളില്ലാത്തതാണെന്നേ പറയുള്ളൂ, പ്രത്യേകിച്ച് ഈ ഒരു സമീപനങ്ങൾ ഇരുകൂട്ടരും സ്വീകരിക്കുമ്പോൾ. ഫ്രത്തേലി തൂത്തിയിൽ ഒരു വേള സ്തോഭജനകമായി നമുക്ക് തോന്നുന്ന ഒരു ചെറുവാക്യമുണ്ട്. 26 ഖണ്ഡിക ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ഇനിമേൽ നമ്മെ യോജിപ്പിക്കുന്ന പൊതുവായ ചക്രവാളങ്ങൾ നമുക്കില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. എല്ലാ യുദ്ധത്തിന്റെയും ആദ്യത്തെ ഇര മാനവ കുടുംബത്തിന്റെ സാഹോദര്യത്തിലേക്കുള്ള സഹജമായ വിളിയാണ്. ഈ വിളിയെ അപകടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യുദ്ധം എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ തോക്കിന്റെയും ടാങ്കിന്റെയും ചിത്രം മനസ്സിൽ കൊണ്ടുവരരുത്. അത് ഇന്ന് നമ്മൾ ഈ കാണുന്ന നവമാധ്യമങ്ങളിലൂടെയും സജീവമാണ്. എല്ലാത്തിൻ്റെയും ഇരയാകട്ടെ മാനുഷികതയുമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിച്ചപ്പോൾ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ എനിക്കറിയാം ഏറിയ മാനസിക വിക്ഷോഭത്തോടു കൂടിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. കാരണം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു വെച്ചു: ഭൂതകാലത്തെ വ്യാമോഹങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഈ കാലഘട്ടത്തിലെ പ്രവണതകൾ നമ്മെ അനുവദിക്കുന്നില്ല. അപകടങ്ങൾ കുറയുന്നതിന് പകരം ഈ വർഷങ്ങളിൽ കൂടുതൽ വ്യക്തമായി അവ വെളിപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവ വ്യത്യസ്ത രീതിയിൽ അപകടങ്ങളെ സ്ഥിരീകരിച്ചു, അപകടങ്ങളെ ആഴപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന വ്യാമോഹങ്ങളെ, കുറെയൊക്കെ പുരോഗതിയൊക്കെ നേടിയാൽ എന്തൊക്കെയോ കിട്ടുമെന്നുള്ളൊക്കെയുള്ള നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ, വ്യർത്ഥമായ ചിന്ത വ്യർത്ഥമല്ലായിരുന്നു, പക്ഷെ ആ പ്രതീക്ഷ വ്യർത്ഥമായിരുന്നു. അവയിൽ ഭൂതകാലത്തിന്റെ വ്യാമോഹങ്ങളിൽ കുടുങ്ങി നിൽക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ 6 ഖണ്ഡികകൾ നമ്മൾ അവസാനിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ 11ാമത്തെ ഉപശീർഷകമായിരിക്കുന്ന അസ്വസ്ഥതയുടെ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അസ്വസ്ഥതയുടെ ഉറവിടങ്ങൾ. അപ്പൊ സത്യം പറഞ്ഞാല് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കരുണയെ കുറിച്ച് പറയുന്ന ഈ ചാക്രിക ലേഖനത്തില് സാമൂഹികമായ ഒരു സമീപനത്തിന്റെ സാംഗത്യം എന്താണ്? നമുക്കറിയാം, റേരൻ നോവായിരുന്നോ അല്ലെങ്കിൽ പാച്ചമിന്തേരിസോ ലൗദാത്തേസിയോ അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, 14 15 ഏതുമായിക്കൊള്ളട്ടെ, അത് എഴുതിയത് അതിനു വേണ്ടിയാ. എന്നാൽ ദൈവത്തിന്റെ അപരിമേയമായ കൃപയെ കുറിച്ചിട്ട്, കരുണാസമ്പന്നൻ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും രാഷ്ട്രങ്ങളും ഒന്നും അല്ലെന്നും അത് ദൈവമാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ദൈവത്തെ കുറിച്ചാണല്ലോ എന്നുള്ള ഒരു സമീപനത്തോടു കൂടി നമ്മൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ ആശ്ചര്യമുളവാക്കുന്ന ഒരു അധ്യായമാണിത്. പക്ഷേ കലാശക്കൊട്ടിലാണ് ഇതിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് വളരെ കൃത്യമായി ജോസുകുട്ടി പറഞ്ഞതുപോലെ, ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില സംഗതികളൊക്കെ ഈ ഭവന നിർമ്മാതാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ഇത് എവിടെ കൊണ്ടുപോയി എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയായി? വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുക്കാൻ വേണ്ടി. പക്ഷെ ആ ഭവന നിർമ്മാതാവിന്റെ മനസ്സിനകത്തൊരു പദ്ധതിയുണ്ട്. ആ നിർമ്മാണത്തിന്റെ ഒരു പ്രത്യേക ദിശയിൽ നമ്മൾ ഒരിക്കലും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു അനാവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഭാഗമായിരിക്കും ഏറ്റവും ഭംഗിയായി വിളക്കി ചേർക്കപ്പെടുക. അതുപോലെ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ സാമൂഹികമായ അസമത്വങ്ങളെ കുറിച്ച് പറയുന്നത് ഏറെ യോജിക്കുന്നത് വരുന്ന സമയങ്ങളിലാണ്, ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞു വെച്ചത്? ഇതില്ലായിരുന്നെങ്കിൽ എത്രമാത്രം കുറവുള്ളതാകുമായിരുന്നു ഈ പ്രബോധനം എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ഏതായാലും നമുക്ക് ഇതിനൊരു റെലവൻസ്, ഇതിനൊരു അതിൻ്റെതായ പ്രസക്തി ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഇരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുക. കാരണം ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഇതെന്താ, ഇത് റേറും നോവലുമാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്നാണോ എടുക്കുന്നത് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അല്ല, വളരെ പ്രസക്തമായ ഈ വിഷയത്തിന്റെ 2ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അസ്വസ്ഥതയുടെ ഉറവിടങ്ങൾ, ദ സോഴ്സ് ഓഫ് അൺഈസിനെസ് എന്നുള്ള ഈ സബ് ടോപ്പിക്കില് അദ്ദേഹം ആദ്യം പറഞ്ഞത് നേട്ടങ്ങളും കോട്ടങ്ങളും കൊണ്ട് സമ്പന്നമായ,
നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നവും കോട്ടങ്ങൾ കൊണ്ടും സമ്പന്നെന്ന് പറഞ്ഞുകൂടാ, കഷ്ടതരമായ അവസ്ഥയിൽ ആയിരിക്കുന്ന നമ്മുടെ ആനുകാലിക ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, നാം ഭീഷണികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നാം ഭീഷണികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനുഷ്യ കുലത്തെ സംബന്ധിക്കുന്നതാണ് ഈ പരാമർശം. അണ്വായുധ ശേഖരം. ഞാനിത് എണ്ണിപ്പാടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓരോന്നും എത്രമേൽ നമുക്കറിയാവുന്നതാണെങ്കിലും ഈ കാര്യത്തിന്റെ പരിണാമത്തിലേക്ക് നയിക്കാൻ അവയെ തൊട്ടുകൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ അറിവല്ല, അതിന്റെ അവസാനമുള്ള ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ, അതാണ് ഇതിനെ സാധൂകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അണ്വായുധ ശേഖരം. അണ്വായുധം എന്ന് പറയുന്ന എപ്പോഴും പൊട്ടാവുന്ന, എപ്പോ വേണേലും പൊട്ടാവുന്ന ഒരു ബോംബാണെന്ന് സങ്കല്പിക്കുക. ഒരു മത്തങ്ങ പോലത്തെ ഒരു സാധനം. അതാണ് ലോകത്തിലെ എല്ലാ അണ്വായുധങ്ങളുമെങ്കിൽ അതിന് തീ കൊളുത്തിയ ശേഷം അതിന്റെ മുകളിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു വിഡ്ഢിയായ മനുഷ്യനെ പോലെയാണ് നമ്മൾ. ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിധി വൈപരീത്യം എന്ന വണ്ണം കടന്നു വരാവുന്ന അണ്വായുധ സ്ഫോടനങ്ങളുടെ മധ്യത്തിൽ സമാധാനമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അടുത്തത് അദ്ദേഹം പറയുന്നു, സ്വയം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പ്രവണത ഭാഗികമോ പൂർണ്ണമോ ആയിട്ട് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. ആഹാരത്തെക്കാൾ കൂടുതൽ പടക്കോപ്പുകൾ എന്ന് പറയുന്ന ലോകത്തിൽ ഒരിക്കലും ആർക്കും മനസ്സിലാവില്ലാത്ത ഒരു തരത്തിലുള്ള ധനവിനിയോഗമാണ് നമ്മൾ നടത്തുന്നത്. കോടാനുകോടി ആളുകൾ പട്ടിണി കിടക്കുമ്പോഴും ഒരു ഉപകാരവുമില്ലാത്ത സൈനിക സാങ്കേതിക വിദ്യയെ വികസിപ്പിക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ വിഭവങ്ങൾ മുഴുവൻ അങ്ങോട്ട് വകയിരുത്തുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും, മനുഷ്യത്വം മനസ്സിലുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന പമ്പര വിഡ്ഢിത്തം എന്ന പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിക്കും, രാജ്യത്തെയൊക്കെ സംരക്ഷിക്കണ്ടേ? അതല്ല ഇവിടുത്തെ നമ്മുടെ വിഷയം. വിശക്കുന്നവന്റെ വയറും കരയുന്നവന്റെ കണ്ണുനീരും ആണ്. അടുത്തത് അതുമാത്രമല്ല, സാമൂഹികമായി ഒരുപാട് അപകടങ്ങളുടെ മധ്യത്തിലാണ്. അദ്ദേഹം വളരെ ക്രൂരമായ മറ്റൊരു പരിഹാസവും കൂടി പറയുന്നുണ്ട്. പരിഹാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ തോന്നൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറയാം. ഇതിനിടയ്ക്ക് ഒരു കുറവില്ലാതെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ചില ഹ്യൂമനിസ്റ്റിക് ഡിക്ലറേഷൻസാ. ഞങ്ങൾ ഇതെല്ലാം ചെയ്തു കളയും, എല്ലാത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കളയും. വിശക്കുന്നവന്റെ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് പുഴുങ്ങി തിന്നാൻ പറ്റുന്ന ഒന്നുമല്ല. അദ്ദേഹം അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ എല്ലാ അപകടങ്ങളുടെ മധ്യത്തിലും എന്നാൽ ഒരു മങ്ങിയ പ്രത്യാശ ഇനിയും അസ്തമിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു സാധൂകരണം എന്ന വണ്ണം ഇത്തരത്തിലുള്ള ഈ ഒരു അപകടങ്ങളുടെ ഉള്ളിലൊക്കെയും ഈ മാനുഷിക പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവ ഫലപ്രദമല്ല എന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും അദ്ദേഹം കൊള്ളയുടെ പുതുശൈലികളെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. കൊള്ളയുടെ പുതിയ ശൈലികൾ. പണ്ട് കൊള്ളയ്ക്ക് ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഒരു ജനത മറ്റൊരു ജനതയെ അടിച്ചമർത്തി വെച്ച് അവരുടെ വസ്തുവകളൊക്കെ അപഹരിച്ച്, ഞാൻ വിസ്തരിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിട്ടില്ലെങ്കിലും ഭാവനയുണ്ട്, ചരിത്രമുണ്ട് നമ്മുടെ തൊട്ടു മുമ്പിൽ. എന്നാൽ ഇന്ന് പുതിയ ശൈലിയിലാണ്. ഊറ്റുന്ന ചോരയുടെ കണക്ക് അറിയിക്കാതിരിക്കാൻ കൊതുക് പരിശ്രമിക്കുന്നത് പോലെ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. കുടിക്കുന്നുണ്ടെന്ന് പോലും അറിയില്ല. അട്ടയാകട്ടെ കൊതുകാകട്ടെ. അതുപോലെ ഒരു ജനതയെ ഊറ്റി കുടിക്കുന്നത് എങ്ങനെയെന്ന് ആ ജനതയെ അറിയാതിരിക്കാൻ തക്കവണ്ണം അത്രമേൽ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടുമാണ് ചൂഷണങ്ങൾ അരങ്ങേറുന്നത്. അത് വ്യക്തിയെയോ രാജ്യത്തെയോ മാത്രമല്ല, വ്യക്തിയെ ഉണ്ട്. പരിസ്ഥിതി ചൂഷണം വൻതോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൗദാത്തോ സി അതിനെതിരായ ശക്തമായ പ്രതിഷേധമായിരുന്നു. നമ്മുടെ പൊതുഭവനം എന്നത് നമ്മുടെ ആരുടെയും സ്വന്തമായതല്ലെന്നും ഇന്നലകളിൽ നിന്ന് നാം സ്വീകരിച്ചത് നാളേക്ക് കൊടുക്കേണ്ടതുമായ, നാളെ എന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ടതുമായ ഒരു ജംഗമ സ്വത്താണെന്നും അതിലെനിക്ക് അവകാശമില്ലെന്നും പറയാനാണ് ലൗദാത്തോ സി ഉപയോഗിച്ചത് നമ്മുടെ പൊതുഭവനത്തെ സംബന്ധിക്കുന്നത്. വീണ്ടും ഈ ചൂഷണങ്ങള് സമുദായപരമായിട്ടുണ്ട്.
സാമൂഹികമായ ചൂഷണങ്ങളുണ്ട് എന്നിങ്ങനെ എല്ലാ വിധത്തിലും മറ്റു വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും സമുദായത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാം ദുരുപയോഗത്തിന് നാം ഇരയാകുന്നു എന്ന് പറയുക. വീണ്ടും നവമാധ്യമ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്ത് ഞാൻ ചിന്തിക്കണമെന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ഞാൻ ചിന്തിക്കണമെന്നും എന്ന് ചിന്തിക്കണമെന്നും എപ്രകാരം ചിന്തിക്കണമെന്നും എൻ്റെ ബുദ്ധിയെ ഞാൻ എങ്ങനെ വിനിയോഗിക്കണമെന്നും നവമാധ്യമങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതൊരു തരം കൊളോണിയലിസം തന്നെയാണ്. തലക്കകത്താണ് കോളനി സ്ഥാപിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും വിവരസാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന, യഥാർത്ഥത്തിലുള്ള വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത് നമുക്കറിയാം. ഇപ്പോ എൻ്റെ തന്നെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. ഓപ്പൺ ഓഫീസും മൈക്രോസോഫ്റ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അതിന് ഞാനൊന്നും ഒരു ഉത്തരം പറയേണ്ടതുമില്ല. അപ്പോ ചുരുക്കത്തില് എവിടെയും മനുഷ്യൻ ചൂഷണത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ അവന്റെ സമഗ്രതയിൽ കണ്ട്, ശാരീരികവും ആധ്യാത്മികവുമായ അസ്തിത്വത്തിൽ കണ്ട് അവന്റെ അവകാശത്തെ പറ്റി ധാരാളം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വൈദ്യശാസ്ത്രത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്, ആണവ ഉടമ്പടികളുണ്ട്, രാഷ്ട്ര സമാധാനത്തെ പറ്റിയുണ്ട് എന്ന് വേണ്ട എല്ലായിടത്തും പ്രഖ്യാപനങ്ങളുണ്ട്, സംഘടനകളുമുണ്ട്, അവയ്ക്ക് തീരുമാനങ്ങളുമുണ്ട്. ഇപ്പോ 2% അല്ലെങ്കിൽ ഒരു ശതമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഈ കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്നൊക്കെ പറയുന്നതിനൊക്കെ വലിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്നേ. തീരുമാനത്തിന് എന്താ കുറവ്? പക്ഷേ ഏട്ടിലെ പശു ഒരിക്കലും പുല്ല് തിന്നാറില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ധാരാളം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഭീഷണികൾക്ക് അവ മറുമരുന്നല്ല. ഭീഷണികൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അതിന് അദ്ദേഹം പറയുന്നത് ഇതാണ്. നമുക്കറിയാലോ, കർഷകരാകട്ടെ ഏതൊരു ഉൽപാദന മേഖലകളാകട്ടെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വൻ കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന GM വിത്തുകളെ കുറിച്ച്, ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകളെ കുറിച്ചിട്ട് സമീപകാലത്ത് നമ്മുടെ പഞ്ചാബിലും ഹരിയാനയിലും ഉണ്ടായ കർഷകരുടെ കലാപത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമുക്കിത് ബോധ്യമാകും. എന്ത് കൃഷി ചെയ്യണമെന്നും എപ്പോൾ കൃഷി ചെയ്യണമെന്നും, ഏത് തനത് കുടുംബങ്ങൾ, ഏത് തനത് പ്രത്യേകതകളുള്ള ചെടികൾ സംരക്ഷിക്കണമെന്നും ഏത് വിത്തുകൾ സംരക്ഷിക്കണമെന്നുമുള്ള മനുഷ്യന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുക. ജൈവ വൈവിധ്യം എന്ന് പറയുന്നതിനെ തുരങ്കം വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് ലാഭത്തിലേക്ക് നേരിട്ട് അങ്ങോട്ട് വകമാറ്റി എഴുതുക, മനുഷ്യന്റെ അധ്വാനത്തെ, കർഷകന്റെ അധ്വാനത്തെ വകമാറ്റി എഴുതുന്നതിന്റെ ഒരു നഖചിത്രം, വിശാലമായ ചിത്രമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇതിനകത്തൊക്കെ ഈ ചൂഷണങ്ങൾക്കൊക്കെ എപ്പോഴും നന്മയുടെയും നേട്ടത്തിൻ്റെതുമായ ഒരു പരിവേഷമുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മളെ ആകർഷിക്കുന്നത് അതാണ്. മെച്ചപ്പെടുത്തിയ വിത്തുകള്, രോഗപ്രതിരോധ ശക്തിയുള്ള വിത്തുകള്, പാരിസ്ഥിതികപരമായി യോജിക്കുന്ന വിത്തുകള്, അതുപോലെ തന്നെ പോഷകപരമായ കൂടുതൽ പോഷകങ്ങൾ തരുന്ന ഫലങ്ങള്, കൂടുതൽ നല്ല രുചി, കൂടുതൽ നല്ല ദീർഘകാലം നിൽക്കുന്നത്, ഇങ്ങനെയുള്ള പല ആകർഷണങ്ങളും ഇത്തരത്തിലുള്ള ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകൾക്ക് ഉണ്ടാകുന്ന അതേ നിമിഷം തന്നെ അത് വൻ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് മറന്നുകൂടാ. പലപ്പോഴും അലർജി പോലത്തെ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റു മരുന്നുകൾ പിടിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ ജീൻ മൈഗ്രേഷൻ എന്ന വളരെ കടുത്ത അപകട സാധ്യതയുള്ള സംഗതികൾ ഉണ്ടാവാം. പാരിസ്ഥിതികപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. എല്ലാത്തിലും ഉപരിയായി അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതം ചില്ലറയല്ല.
ഇത് പറയാൻ കാരണം കൊളോണിയലിസം എന്ന് പറയുന്നത് മാധ്യമത്തിലോ രാഷ്ട്രീയത്തിലോ സാമ്പത്തിക മേഖലയിലോ മാത്രമല്ല, മനുഷ്യന്റെ അധ്വാനത്തിലേക്കും കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് തീ പിടിക്കുമ്പോൾ മാത്രം പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ ഉണ്ടല്ലോ, അതിലൊന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, നാം സമാധാനപൂർവകമായ അടിമത്തത്തെയാണ് കാണുന്നത്. സമാധാനപൂർവകമാണ് ഇത്. ആഫ്രിക്കയിലെ അടിമകളെ കൊണ്ടുവന്ന് വെള്ളക്കാരൻ ലേലം ചെയ്യുകയും വിൽക്കുകയും കൊല്ലുകയും ചെയ്തതുപോലെ ചങ്ങലകളാൽ നയിക്കപ്പെടുന്ന ഒന്നല്ല. ഇവിടെ ചങ്ങലകൾ ഇല്ല, ദൃശ്യമല്ല, പക്ഷേ വരിഞ്ഞു മുറുക്കപ്പെടുന്നുണ്ട്. ഒരു സമാധാനപൂർവമായ രക്തം ചിന്താതെയുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും നിർബാധം കടന്നു ചെല്ലുന്ന, എന്നാൽ അവൻ അറിയാതെ അവന്റെ സ്വാതന്ത്ര്യത്തെ അവൻ ഇത് കവർന്നെടുക്കുന്നു എന്ന് അവൻ അറിയാത്ത വിധത്തില് തന്ത്രപരമായി ഞെരുക്കങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് ആന്തരിക സ്വാതന്ത്ര്യത്തെയും സത്യത്തിനോടുള്ള തുറവിയെയും മനസാക്ഷിയുടെ ശബ്ദത്തെയും ഈ കൊളോണിയലിസം, ഈ സമാധാനപൂർവമായ യജമാനത്വം നിശബ്ദമാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പീഡനം ഏറ്റവും ക്രൂരമായ രീതിയിൽ, എന്നാൽ നിരന്തരമായി നിശബ്ദമായി ഇവിടെ നിലകൊള്ളുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആധിപത്യത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മർദ്ദനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ 9ാം ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നു, ജീവനെതിരെയുള്ള ഭീഷണി എന്നത് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒന്നല്ലേ? മാനുഷികക്കെതിരെയുള്ള സത്താപരമായ നീക്കമല്ലേ അത്? വീണ്ടും വ്യക്തിയുടെ മഹത്വം, സ്വാതന്ത്ര്യം, അവകാശം ഇതെല്ലാം ധ്വംസിക്കപ്പെടുന്നു. ജീവനെതിരെയുള്ള ഭീഷണിയെ കുറിച്ചിട്ടും സ്വർഗരതി മുതലായിട്ടുള്ള സംഗതികളെ കുറിച്ചും അന്യത്ര പ്രതിപാദിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇത് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. 10ാമത്തെ ഖണ്ഡികയിലേക്ക് അദ്ദേഹം ചില വികടത്തരങ്ങളെ കുറിച്ചിട്ട്, മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായി കാണുന്ന ചില വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ചിട്ട് ഒരുപാട് വേദനയോടെയും ഇത്തിരി പരിഹാസത്തോടു കൂടിയും സംസാരിക്കുകയാണ്. ഒരു വശത്ത് സമ്പന്നരാണുള്ളത്, അമിതഭോഗികളാണുള്ളത്, ആഹാരത്തിന് വേണ്ടി ഉദരം തന്നെ ദൈവം എന്ന മാതിരി ജീവിക്കുന്നവൻ. അവൻ സാമൂഹികവും വ്യക്തിപരവുമായിട്ട് സമൃദ്ധിയുടെ മധ്യത്തിലാണ്. വെറുമൊരു ഉദാഹരണത്തിന്, അമേരിക്ക പാഴാക്കിക്കളയുന്ന മിച്ചം വരുന്ന ആഹാരമുണ്ടെങ്കിൽ ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് വയറു നിറയ്ക്കാം എന്നത് അതിശയോക്തിയായിട്ട് നമ്മൾ ഒരു വേള കരുതും. പക്ഷേ കണക്കുകൾ അത് വാസ്തവമാണെന്ന് സൂചിപ്പിക്കുന്നില്ലേ? 30% 30% ജോണിച്ചായന് പറഞ്ഞു നിർത്തിയിരുന്നെന്ന് വെച്ചാൽ അമേരിക്കയിലെ മിച്ചം 30% എന്ന് പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമ്മളവിടെ തുടങ്ങുകയാണ്. 30% ആണ് അവരുടെ ലെഫ്റ്റ് ഓവർ എന്ന് പറയുമ്പോൾ അത് മതി ബാക്കിയുള്ളവർക്ക് ആഹരിക്കാൻ. ബാക്കിയുള്ളവർക്ക് ഏകദേശം അതിന്റെ തുല്യമായിട്ടുള്ള അളവ് മതി എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് മനുഷ്യൻ തൻ്റെ ആഹാരത്തിന്റെ ഉപയോഗത്തില് അധാർമികത വെച്ച് പുലർത്തുന്നത് എന്ന് അദ്ദേഹം അതിശയത്തോടും ഏറെ ക്ഷോഭത്തോടും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സാമൂഹികവും വ്യക്തിപരവുമായ രീതിയിലുള്ള ഈ അമിതഭോഗം ഒരു വശത്ത് ഉണ്ടാകുമ്പോൾ മറുവശത്ത്
മറുവശത്ത് വിശപ്പ് അനുഭവിക്കുന്ന ദരിദ്രർ എന്ന് പറയുന്ന ഒരു സാധാരണ സംഗതിയായി വന്നിരിക്കുകയാണ്. കുടുംബങ്ങള്, സമൂഹങ്ങള് എന്നിവയൊക്കെയും വറുതിയിലും ദാരിദ്ര്യത്തിലും ക്ഷാമത്തിലുമാണ്. പാഴാക്കിക്കളയുന്ന, നാം ഒരിക്കലും ഒരു കാരണവശാലും ഒന്നും വിചാരിക്കാത്ത, ഒരു മനപ്രയാസവുമില്ലാതെ നിലത്തൊഴിച്ച് കളയുന്ന കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു അമൂല്യ വസ്തുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവികസിതമായ പ്രദേശങ്ങള് പട്ടിണി മരണം സാധാരണമായിരിക്കുന്നത്, വൈദ്യശാസ്ത്ര രംഗത്തെ യാതൊരു സഹായവും കിട്ടാതെ മരിക്കുന്ന ജനതകള്, ഇങ്ങനെ രണ്ടു വശത്തും ഉച്ച നീചത്വങ്ങൾ അതിന്റെ പരമകാഷ്ഠയിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം വിലയിരുത്തുകയാണ്. ധാർമ്മികത ഇല്ലാത്ത ഒരു ലോകവും ധാർമ്മികത ആവശ്യപ്പെടുന്ന മറ്റൊരു ലോകവുമുണ്ട്. മൗലികമായ മൂല്യങ്ങളുടെ ന്യൂനതയും അഭാവവുമുണ്ട്. മൗലിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കപ്പെടുന്നില്ല. കടുത്ത അനീതി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. മൂന്നാം ലോക രാഷ്ട്രങ്ങള് ഇരയായിക്കൊണ്ടേയിരിക്കുകയാണ്. വികസിത രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ അതിവികസിത രാജ്യങ്ങളുടെയോ ഇരയായിക്കൊണ്ട്, പരീക്ഷണ വസ്തുക്കളായിക്കൊണ്ട് മൂന്നാം ലോക രാഷ്ട്രങ്ങൾ മാറുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പരീക്ഷണ വസ്തുക്കളാണ്. അവരെപ്പോഴും, മൂന്നാം ലോക രാഷ്ട്രങ്ങൾ എപ്പോഴും ഈ അതിവികസിത രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി വിനിയോഗിക്കപ്പെടുകയാണ്. വീണ്ടും ഭൗതികവും ആത്മീയവുമായ തിന്മ അവിടെ കൊടികുത്തി വാഴുകയാണ്. വൈരുദ്ധ്യങ്ങൾ അവിടെ നിലവിലുണ്ട്. സംഘർഷങ്ങൾ സാധാരണമായി കൊണ്ടിരിക്കുന്നു. മാനുഷിക സ്വാതന്ത്ര്യം, മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം എന്നിവ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് സമകാലിക ലോകത്തിന്റെ അസ്വസ്ഥത എന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും സമ്പത്തും സമൃദ്ധിയും ഉള്ളവർക്കും ഈ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ അസ്വസ്ഥതകളുടെ കാരണം എന്ന് പറയുന്നത് നമുക്ക് മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെയോ അല്ലെങ്കിൽ ദരിദ്രന്റെയോ അസ്വസ്ഥതകൾക്ക് നമുക്ക് വളരെ പെട്ടെന്ന് കാരണങ്ങൾ കണ്ടുപിടിക്കാം. ഇല്ലായ്മകളാണ് കാരണങ്ങൾ. എന്നാൽ ഉള്ളവന്റെ അസ്വസ്ഥതയുടെ കാരണം എന്താണ്? അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, എന്നാലും അസ്വസ്ഥത നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കാതെ വയ്യ. മനുഷ്യാസ്തിത്വത്തിന്റെ മൗലിക പ്രശ്നങ്ങൾ, മനുഷ്യന്റെ അസ്തിത്വബോധത്തിൽ മനുഷ്യവംശത്തിന്റെ ഭാവിയെ കുറിച്ച് പരിഹാര മാർഗങ്ങൾ തേടുന്നു. ഈ മൗലിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ, മനുഷ്യന്റെ അസ്തിത്വപരമായ ആ ബോധത്തില് അവയ്ക്ക് ഓരോന്നിനും പരിഹാരം കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വീണ്ടും നീതി മതിയാകുമോ എന്ന സൈഡ് ഹെഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. ഉപശീർഷകത്തിലേക്ക് നമ്മൾ പോവുകയാണ്, സബ് ടോപ്പിലേക്ക് പോവുകയാണ്. ഈസ് ജസ്റ്റിസ് ഇനഫ്? അതിന് നീതി മാത്രം മതിയാകുമോ എന്നുള്ള ചോദ്യത്തിന് ആ 12ാമത്തെ ഖണ്ഡികയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നീതി നിഷേധിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു ചെറിയ ഓട്ടപ്രദക്ഷിണം നടത്തേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലേറ്റന്റ് സ്ലേവറി, ഒളിഞ്ഞിരിക്കുന്ന അടിമത്തം എന്ന് പറയുന്നത് വളരെ പ്രകടമാണ്. രണ്ടാമത് ചൂഷണം എന്ന് പറയുന്നത്, തൊഴിലാളികൾ വർദ്ധമാനമായ രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. തൊഴിൽ എന്ന് പറയുന്നത് എന്താണെന്നും അതിന്റെ പ്രതിഫലം എന്താണെന്നും റേറും നോവയരും വളരെ വ്യക്തമായി പറഞ്ഞത് നമ്മൾ പഠിച്ചതാണ്. ആദ്യം റേറും നോവയരും പറഞ്ഞു വെച്ചു, ഒരു തൊഴിലാളിക്ക് അവൻ അർഹമായ ഉപജീവനത്തിന്റെ മാർഗം കണ്ടെത്തലിന്റെ പേരാണ് തൊഴിൽ. ഉപജീവനത്തിന്റെ വക കണ്ടെത്തലിന്റെ പേരാണ് കൂലി. അടുത്തതായി ഒന്നുകൂടി പറഞ്ഞു വെച്ചു, അവൻ്റെത് മാത്രമല്ല, അവന്റെ കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും അവന്റെ കുടുംബത്തിന്റെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രതിഫലത്തിന്റെ പേരാണ് കൂലി. ഒടുങ്ങിയില്ല തിരുസഭയുടെ അവനോടുള്ള, ദരിദ്രനോടും പതിതനോടുമുള്ള പക്ഷം ചേരൽ. മൂന്നാമത് പറഞ്ഞു വെച്ചു, പോരാ, ന്യായമായ ചെലവുകൾ കഴിഞ്ഞ് അല്പമൊന്ന് വകയിരുത്താനും ഭാവിയിലേക്ക് സമ്പാദിക്കാനും കൂടെ കൂട്ടിച്ചേർക്കുന്ന തൊഴിൽ, ഇതിന്റെ പേരാണ് കൂലി. ഇനി നമുക്കൊന്ന് നോക്കാം,
ഇന്നത്തെ കാലഘട്ടത്തിൽ കൂലി സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഒളിഞ്ഞിരിക്കുന്ന തൊഴിൽ രാഹിത്യം, ലേറ്റന്റ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ജോലി ചെയ്യുന്നു എന്ന് ധരിച്ചു വശാകുമ്പോഴും അവൻ അർഹിക്കുന്ന ജോലി അവന് ലഭിക്കുന്നില്ല, അർഹിക്കുന്ന വേതനം അവന് ലഭിക്കുന്നില്ല. വീണ്ടും ആളുകൾ തമ്മിൽ ഒരുതരം വിഭാഗീയതയുടെ മതിലുണ്ട്. നീതിയില്ലാത്ത വിഭാഗീയതകൾ നിലവിലുണ്ട്. അത് സമുദായത്തിന്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും രാജ്യത്തിന്റെ പേരിലാണെങ്കിലും പ്രദേശത്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ ആയിക്കൊള്ളട്ടെ, ജാതിയുടേതായിക്കൊള്ളട്ടെ, എന്തിൻ്റെതുമായിക്കൊള്ളട്ടെ, വർഗവർണ്ണ വ്യത്യാസങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അവയോരോന്നും മനുഷ്യനെ ഒറ്റപ്പെടുത്തുകയും മതിലുകൾക്കുള്ളിലാക്കുകയും ചെയ്യുകയാണ്. തൊഴിൽ നിഷേധിക്കപ്പെടുകയാണ്. മനുഷ്യൻ ഭാരമായി തോന്നത്തക്ക വിധത്തിൽ മനുഷ്യബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. അതേസമയം ഓരോ മനുഷ്യനും കൂടുതൽ ഭാരം പേറുന്നു. അസ്ഥിരതയുടെ, അസ്വസ്ഥതയുടെ, രോഗത്തിന്റെ, പോഷക ആഹാരത്തിന്റെ കുറവിന്റെ, വസ്ത്രത്തിന്റെ, പാർപ്പിടത്തിന്റെ അഭാവം കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ലിംഗവിവേചനം അതിന്റെ പരമകാഷ്ഠയിലാണ്. കൂലിയുടെ കാര്യത്തില് സ്ത്രീക്ക് പുരുഷനോളം എത്താൻ സാധിച്ചിരിക്കുന്ന മേഖലകൾ തുലവും വിരളമാണ് എന്ന് പറയുമ്പോൾ സ്ത്രീയായി പിറന്നതിന്റെ ആജീവനാന്തമുള്ള പിഴയൊടുക്കലായി പോകുന്നില്ലേ അത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ ക്ഷേമം, ഇതിനു വേണ്ടി കൃത്യമായ ഒരു രൂപരേഖ നൽകാനോ സാമ്പത്തിക സഹായം നൽകാനോ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാനോ തൊഴിലുടമകളോ തൊഴിൽ ദാതാക്കളോ തയ്യാറാകുന്നില്ല. തൽഫലമായിട്ട് കുഞ്ഞുങ്ങൾ അധിക ഭാരമായി തൊഴിലാളിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, ധാർമ്മികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, ജീവനെതിരെയുള്ള നിഷേധത്തിലേക്ക് ദരിദ്രനും സമ്പന്നനും ഒരുപോലെ മാറുന്നു. അടുത്തത് സാമ്പത്തിക അസമത്വമാണ്, സാമ്പത്തിക അനീതിയാണ്. സാമ്പത്തിക അനീതി എന്ന് പറയുന്നത് സമ്പത്തിൽ ഭാഗഭാക്കാകാൻ തൊലിയുടെ വെളുപ്പോ കറുപ്പോ ഒരു ഘടകമായി, അവശ്യ ഘടകമായി മാറുന്നതിന്റെ ദയനീയ ചിത്രങ്ങള് ഈ 2020 തന്നെ നമ്മൾ കണ്ടു. നിറത്തിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് തെരുവിലിറങ്ങിയതും നമ്മൾ കണ്ടു. അപ്പോ ഇതൊക്കെയും ഗൗരവപൂർവ്വം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ നീതി നിഷേധമാണ്. നീതി നിഷേധത്തിന്റെ ഒരു കാണാക്കയത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറഞ്ഞു വെക്കാം. പക്ഷെ ചോദ്യം ഇതാണ്, നീതി മതിയാകുമോ? നമുക്ക് നീതി നടത്തിയാ മതിയോ? മനുഷ്യൻ നീതിയാണോ അർഹിക്കുന്നത്? ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ സംഘർഷങ്ങളുടെയും പ്രബലപ്പെടുന്ന ഈ സമരങ്ങളുടെയും മധ്യത്തിൽ സമകാലീന മനസാക്ഷി ഉയർത്തെഴുന്നേൽക്കുന്നത് നീതിക്ക് വേണ്ടിയായിരിക്കണമോ? പരിഭ്രമം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമായിരുന്നു. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ മറ്റെന്തിനു വേണ്ടിയാണ് നാം ഉയർത്തെഴുന്നേൽക്കേണ്ടത്, നാം ഉയരേണ്ടത്? നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് നാം മുഷ്ടി ചുരുട്ടേണ്ടത്? ഇവിടെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന അനേകർ, അനീതിക്കിരയായിരിക്കുന്നവർക്ക് വേണ്ടി നീതിയല്ലേ നടപ്പിലാക്കേണ്ടത്? മാർപ്പാപ്പ അവിടെ നീതി മതിയാകുമോ എന്നതിന് ഉത്തരം പറയാതെ 13 കടക്കുകയാണ്. സഭ ഇവരോട് പങ്കുചേരുന്നു, കഷ്ടതയോട് ഒട്ടിച്ചേരുകയാണ്. കഷ്ടത അനുഭവിക്കുന്നവന് സമീപസ്ഥനാവുകയാണ് അദ്ദേഹം പറയുന്നു, നീതിയുടെ വിവിധ വശങ്ങളെ പരിശോധിക്കാൻ നാം സമയം കണ്ടെത്തണം. എന്താണ് നീതി എന്നുള്ളത് നാം അറിയണം. എന്നിട്ട് വേണം ആ നീതി നടപ്പിലാക്കിയാൽ മതിയോ എന്നുള്ളത് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നീതിയുടെ ചൈതന്യം എന്താണ് എന്നാണ് ആദ്യം വിചാരവിധേയമാക്കേണ്ടത്.
നാം ഉദ്ദേശിക്കുന്ന ഈ നീതി നികത്തൽ, നഷ്ടപ്പെട്ടതിനെ അവിടെ വെച്ചു കൊടുക്കൽ, അതാണോ എന്നുള്ളത് ഗൗരവപൂർവം ചിന്തിക്കണം. അദ്ദേഹം പറയുന്നു, മാനുഷിക മനസാക്ഷിയുടെ പരിശീലനം, വിദ്യാഭ്യാസം, പ്രേഷിത വേലകൾ, ആത്മായ മുന്നേറ്റങ്ങൾ, പിന്നെ നമുക്ക് തന്നെ അറിയാവുന്ന പോലെ അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനാഥാലയങ്ങൾ, ആതുര ശുശ്രൂഷകൾ, ഇതുവഴിയായി ഒക്കെ നാം എന്താണ് ചെയ്യുന്നത്? നാം നീതി നടപ്പാക്കുകയാണോ? അല്ല, അതിനും അപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഇതേവരെ നമ്മൾ പറഞ്ഞ നീതിക്കപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്ന കരുണാർദ്രമായ സ്നേഹത്തിന്റെ ഒരു പ്രകരണമുണ്ട്. അതാ നമ്മൾ ഈ ഉടനീളം കണ്ടത്. 5 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് അതാ. വിവിധ വശങ്ങളിൽ നിന്നിട്ട് നമ്മൾ നീതിയെ പരിശോധിച്ചു, നീതിയെ ഉല്ലംഘിക്കുന്ന കരുണയെക്കുറിച്ചും മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇതേ ഭാഷ, ഇതേ വായ്ത്താരി, ഇതേ സൂത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. മനുഷ്യന് നീതിയല്ല വേണ്ടത്, നീതിയെ ഉല്ലംഘിക്കുന്ന കരുണയാണ് വേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം നീതിമതിയാകുമോ എന്ന തലക്കെട്ടിനെ ആശ്രയിക്കുന്നത്. അദ്ദേഹം പറയുന്നു, 14-ാം ഖണ്ഡികയിൽ പറയുന്നു, നീതി നിറവേറ്റൽ അപര്യാപ്തമാണ്. കാരണം നിഷേധാത്മക ശക്തികൾ ഈ നീതിയേക്കാൾ ഉയർന്നു നിൽക്കുകയാണ്. തൽക്കാല ശമനം മാത്രമാണ് നീതി എന്ന് പറയുന്നത്. അസൂയ, മാത്സര്യം, വിദ്വേഷം, ക്രൂരത, ഇതൊക്കെയാണ് മാറ്റപ്പെടേണ്ടത്. അസൂയയുടെയും മാത്സര്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും ക്രൂരതയുടെയും ഫലം കൊണ്ട് അനീതി അനുഭവിക്കുന്നവന് നീതി നടപ്പിലാക്കി കൊടുക്കുമ്പോഴും എങ്ങനെയാണോ അനീതി അവിടെ ഉണ്ടായത്, ആ വിഷലിപ്തമായ ഉറവക്കണ്ണുകൾ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചികിത്സിക്കേണ്ടത് അവിടെയാണ്. ഒരു അണ പോലെ ഒഴുകുന്ന വിഷത്തിന്റെ അതിന്റെ മധ്യത്തിൽ തടകെട്ടിയാൽ അവിടെ അതിന് താഴേക്ക് വിഷമൊഴുക്കുകയുണ്ടാവുകയില്ല. പക്ഷെ അതവിടെ തളംകെട്ടി നിൽക്കുന്നുണ്ട്. അത് അപകടകരമാണ്. അതുകൊണ്ട് അനീതിക്ക് വിധേയമാകുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് നീതിപൂർവകമായ ചില കാരുണ്യ പ്രവർത്തികളോ അല്ലെങ്കിൽ നീതിപൂർവകമായ ചില അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതിനെ പരിഹരിക്കാൻ വേണ്ടി, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു. അതിമനോഹരമായ ചില ദയാപൂർവകമായ പ്രവർത്തികളൊക്കെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ കാരണത്തിന് ചികിത്സ ഉണ്ടാവുന്നില്ല. വിഷത്തിന്റെ ഉറവ എവിടെയാണോ ആ ഉറവക്കണ്ണാണ് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ശത്രുവിനെ നശിപ്പിക്കുക, ആശ്രയത്വത്തിലേക്ക് തള്ളിവിടുക, സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുക എന്നിങ്ങനെ മനുഷ്യനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശത്രുതയുടെ, വിദ്വേഷത്തിന്റെ, തിന്മയുടെ ഉറവക്കണ്ണുകളെയാണ് അടയ്ക്കേണ്ടത്. അതെങ്ങനെ എന്നുള്ളതിലേക്കാണ് അടുത്തതായി കടന്നു വരിക. നീതി പോരാ. നീതിയുടെ പേരിൽ തുടങ്ങുന്നതൊക്കെയും നീതിരാഹിത്യമായി കലാശിക്കുന്നു. ഉടനീളം മുഴങ്ങിക്കേൾക്കുന്ന, പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ആ പരിഹാസത്തിന്റെ രൂപത്തിൽ, ഇതിനകത്ത് പരിഹാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും 2 കൈയും പൊക്കി പറയില്ല. പക്ഷെ നമുക്ക് അത് അങ്ങനെ വായിച്ചെടുക്കാം. അദ്ദേഹം പറയുന്നു, നീതിയുടെ പേരിൽ തുടങ്ങുന്നത് പോലും നീതിയെ നശിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണഗതി കാണുന്ന ഒരു സംഗതിയാണ്, പൊതുമുതൽ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ജാഥയായിരിക്കാം സംഭവം. അല്ലെങ്കിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജാഥ അവസാനം സർക്കാരും ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുമുതൽ നശിപ്പിക്കുന്നതിൽ എത്തിച്ചേരുമ്പോൾ അതിലെവിടെയാണ് നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനീതി അരങ്ങേറുമ്പോൾ അതിലെവിടെയാണ് നീതി? അതുകൊണ്ട് അദ്ദേഹം അവിടെ പറയുന്നു, വികൃതമാക്കപ്പെട്ട നീതിയാണ് നമ്മൾ കാണുന്നത്. നീതിക്ക് വേണ്ടിയുള്ള ഓരോ നീക്കങ്ങളും നീതികേടിൽ കലാശിക്കുന്ന ദയനീയ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഇതിനൊരു മറുമരുന്നേ ഉള്ളൂ. സ്നേഹം മനുഷ്യ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടി അനുവദിക്കുന്നില്ല എങ്കിൽ
സ്നേഹത്താൽ പ്രചോദിതമല്ല മനുഷ്യന്റെ വിവിധ മണ്ഡലങ്ങളെങ്കിൽ നീതി എന്നത് അതിന്റെ നിഷേധത്തിലേക്കാണ് നയിക്കുക. ചുരുക്കത്തിൽ ഇതേവരെ പറഞ്ഞത് എന്താണോ അതുതന്നെയാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. ഈ കഴിഞ്ഞ 5 അധ്യായങ്ങളിൽ പറഞ്ഞതിനെ സാമൂഹിക അസമത്വത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, അതിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട്, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നീതിയെ ഉല്ലംഘിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു, നീതിയല്ല വേണ്ടത്, നീതിക്കപ്പുറത്തേക്ക് പ്രവഹിക്കുന്ന മനുഷ്യ സ്നേഹമാണ് വേണ്ടത്. ഈ മനുഷ്യ സ്നേഹമായിരിക്കണം പോളിസികളെ രൂപപ്പെടുത്തുന്നത്. ഈ മനുഷ്യ സ്നേഹമായിരിക്കണം ഓരോ വിധത്തിലുള്ള പ്ലാനുകളെയും അതുപോലെ തന്നെ എന്തൊക്കെയാണോ പ്രവൃത്തികൾ വേണ്ടത് അതിനെയൊക്കെയും നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഒരു നിയമത്തെ നിരായുധമാക്കുന്ന ഒരു ചൊല്ല് അദ്ദേഹം എടുത്തു പറയുകയാണ്. ഏറ്റവും ഉന്നതമായ നിയമം ഏറ്റവും ഉന്നതമായ ദ്രോഹമായിരിക്കും പലപ്പോഴും. സുമിസ് യൂസ് സുമിസ് ഇജൂരിയ എന്ന് പറയുന്നു. ഇഞ്ചൂരിയ. അപ്പോൾ നീതി അസാധ്യമാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്, നീതി അസാധ്യമാണ്. ഈ ചൊല്ലിന്റെ സാർത്ഥകത്വം ഞാൻ പറയാം. എത്ര വലിയ നിയമമാണെങ്കിലും ആ നിയമം അതിൽ തന്നെ ഒരു ദ്രോഹമായിരിക്കും. അതിന്റെ ഒരു അപര്യാപ്തമെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. തലവെട്ടല് ഗംഭീരം ശിക്ഷയാണല്ലോ. നീതി നടപ്പാക്കുകയാണോ? അത് ആ മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? ഇനി നമ്മൾ വളരെ കഠിനമായ അതിശക്തമായി പരിപാലിക്കേണ്ട ചില നിയമങ്ങൾ അതിൽ തന്നെ മനുഷ്യന്റെ പുരോഗതിക്ക് വിഘാതമായിട്ടും വരുന്നു. ഇതൊരു വലിയ ഒരു ആശയമാണ്. അത് ഒരുപാട് സംസാരിക്കാനുള്ള, വിശദീകൃതമാക്കാനുള്ള ഒന്നാണ്. 1-2 ഉദാഹരണങ്ങൾ കൊണ്ട് അതിനെ സ്ഥാപിച്ചെടുക്കുക അപര്യാപ്തമാണ്. ഒന്നേ ഉള്ളൂ, നിയമം ഒരിക്കലും മനുഷ്യനെ സംരക്ഷിക്കുന്നില്ല. പകരം നിയമം എപ്പോഴും മനുഷ്യനെ സംരക്ഷിക്കുന്നില്ല. പലപ്പോഴും നിയമം മനുഷ്യന്റെ പുരോഗതിക്ക് വിഘാതമായിട്ടും വന്നു ഭവിക്കാം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതാണ്, നിയമമൊന്നും നീതി സാധ്യമാക്കുന്നില്ല. നിയമമുണ്ട് എന്നതിനാലൊന്നും നീതി നടപ്പാകാൻ പോകുന്നില്ല. നിയമത്തിന്റെ അനുസരണം കൊണ്ട് നീതികേടൊട്ട് അവസാനിക്കുന്നുമില്ല. നീതി സാധ്യമാക്കാൻ എന്തു ചെയ്യണം? നീതിയുടെ ക്രമത്തെ വ്യവസ്ഥപ്പെടുത്തുന്നത് എന്താണോ ആ ചൈതന്യത്തിന്റെ ശക്തികളെ നമ്മൾ ആശ്രയിക്കണം. ഇതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം അവിടെ വെക്കുന്നത്. എവിടെ നിന്നാണ് നീതി വന്നത്? നീതി എന്ന ബോധം, നീതി എന്ന നിലപാട്, നീതി എന്ന മൂല്യം, മനുഷ്യന് വേണ്ടുന്നതും അവനില്ലാതെ പോയതുമായ നീതി, അതെവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആ ചൈതന്യത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ആ ചൈതന്യത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോ നീതി എന്ന് പറയുന്നത് വെറും കടലാസിനകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങളുടെ സമാഹാരമായി വരുന്നതല്ല. പ്രത്യുത നിലനിൽക്കുന്ന, അതിനും അപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്ന സ്നേഹത്തിന്റെ പ്രവാഹമായി ആ ഉറവക്കണ്ണ് തന്നെ, ആ ചൈതന്യത്തിന്റെ അന്തർധാര തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തന്നെ ആയിരിക്കുന്ന സ്നേഹത്തിലേക്ക് മാറും. അവിടെ നീതിയല്ല നടപ്പാകുന്നത്, മനുഷ്യ മഹത്വത്തിനെ കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യപൂർവകമായ സ്നേഹമാണ് നടപ്പിലാകുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു, സഭ ജനതകളുടെ ഈ അവസ്ഥയിൽ പങ്കുചേരുന്നു. നീതി നിഷേധിക്കപ്പെട്ടവന്റെ അവസ്ഥയിൽ പങ്കുചേരുന്നു, ഐക്യദാർഢ്യം പുലർത്തുന്നു. ഇവിടെ വളരേണ്ടുന്നത് ഒന്നാണ്. അദ്ദേഹം നിർവിശങ്കം പറയുന്നു, ക്രൈസ്തവ ധാർമ്മികതയാണ് ലോകത്തിൽ വളരേണ്ടത്. ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിലൂടെ പോകണം. ഒരു സുവിശേഷീകരണം ലോകത്തിന് ആവശ്യമാണ്. ലോകത്തിലെ പോളിസി മേക്കേഴ്സിന് സുവിശേഷീകരണം ആവശ്യമാണ്. മാനവ മൂല്യങ്ങൾക്ക് സുവിശേഷീകരണം ആവശ്യമാണ്. മനുഷ്യനെ വിലമതിക്കുന്ന, മനുഷ്യന്റെ മഹനീയതയെ ഉയർത്തി കാണിക്കുന്ന ഒരു നിലപാട് രൂപീകരിക്കപ്പെടണമെങ്കിൽ
അനീതി അല്ല അവസാനിപ്പിക്കപ്പെടേണ്ടത്. പ്രത്യുത നീതിക്കും അനീതിക്കും അപ്പുറത്തേക്ക് മനുഷ്യനെ വലിയവനായി കാണുന്ന, അവിടെ തെറ്റുകളും ശരികളും അല്ല ഉള്ളത്, അതിനെ ഉല്ലംഘിക്കുന്ന ഒന്നാ ഉള്ളത്. അത് സ്നേഹമാണ്. അങ്ങനെ മനുഷ്യനെ വലുതായി കാണുന്ന ഒരു നിലപാട് വേണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിൽ നിന്ന് നാം അത് സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. വീണ്ടും അദ്ദേഹം ചുവട് തൊട്ട് തുടങ്ങുകയാണ്. ഗർഭധാരണത്തിന്റെ നിമിഷം മുതൽ മരണം വരെ മനുഷ്യജീവൻ അമൂല്യമായി കരുതണം. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന മരണത്തിന്റെ നീരാളിപ്പിടുത്തം, കോൺട്രാസെപ്ഷൻ, സ്റ്റെറിലൈസേഷൻ, അബോർഷൻ, എവ്തനാസിയ, സൂയിസൈഡ്, വാർ, ഹോമിസൈഡ്, ഇവയെല്ലാം മനുഷ്യനെതിരെയുള്ള, മനുഷ്യന്റെ മഹനീയതയ്ക്കെതിരെയുള്ള കിരാത നീക്കങ്ങളാണ്. കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്ന, അമ്മയുടെ വയറ്റിൽ നിന്ന് ആശുപത്രിയിലെ ബക്കറ്റുകളിലേക്ക് എറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സമാധാനം എന്ന് പറയുന്നതിന് വിലയുണ്ടത്രേ. അമ്മയുടെ കയ്യിൽ നിന്ന് കൊച്ചിനെ എന്തെങ്കിലും കാരണവശാൽ കൊച്ചിനെ നോക്കുന്നില്ല എന്ന് സംശയം തോന്നിയാൽ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന നിയമവ്യവസ്ഥയൊക്കെ ഉണ്ട്. നോക്കുന്നില്ല എന്ന് സംശയം മതി. അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിൽ ആ കൊച്ചിനെ അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ചന്തിക്കൊന്ന് തല്ലാൻ പോലും അവകാശമില്ലാത്ത രാജ്യങ്ങളുണ്ട്. അവിടെ കൊച്ചിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതിന് യാതൊരു മനസാക്ഷിക്കടിയുമില്ല. മനുഷ്യന്റെ മഹനീയതയെ വികടമായി ചിത്രീകരിച്ചുകൊണ്ട് വികലതയോടുകൂടെ അതിനെ സമീപിച്ചുകൊണ്ട് പിറക്കാത്ത കുഞ്ഞും പിറന്ന കുഞ്ഞും തമ്മിൽ പ്രാണഭേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ തെറ്റായ രീതിയിൽ മനുഷ്യജീവനെ സമീപിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു വിവാഹത്തിന്റെ അലംഘനീയതയെ കുറിച്ചിട്ട്. വിവാഹമോചനം എന്നത് സാധാരണ സംഭവമായി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അതിലിപ്പം അത്ര പറയാനുള്ളതെന്നത്. പക്ഷെ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ക്രിസ്തുവിലേക്ക് തിരിയുക. വിവാഹത്തിന്റെ 4 മഹത്തായ നെടുംതൂണുകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് അതെല്ലാ കാലത്തും ബാധകമല്ലേ? ഐക്യം, വിശ്വസ്തത, അഖണ്ഡത, ജീവനോടുള്ള തുറവ്. ഐക്യവും വിശ്വസ്തതയും അഖണ്ഡതയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ കുഞ്ഞുങ്ങൾ പരിരക്ഷിക്കപ്പെടുകയാണ്, കുടുംബത്തിന് സ്ഥിരത കൈവരികയാണ്. അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ധാർമ്മിക അടിത്തറയുള്ളവരായിട്ട് വരികയാണ്. ധാർമ്മികതയ്ക്കെതിരെയുള്ള നിയമങ്ങൾക്ക് നടപ്പിൽ വരുത്തുന്നതിന് തടസ്സമായി അവർ നിൽക്കും. നാം നിൽക്കും, നമ്മുടെ കുടുംബങ്ങൾ നിൽക്കും. ദയാവധവും സ്വവർഗ വിവാഹവും അവിടെ പ്രോത്സാഹിക്കപ്പെടുകയില്ല. സ്വവർഗ വിവാഹം എന്ന് പറയുന്നത് എങ്ങനെയാ വിവാഹമാകുന്നത് എന്നുള്ളത്? അങ്ങനെ ഒരു വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ആരെന്ത് പറഞ്ഞാലും അതിന് ആർക്കു വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പേരിടാം. കാരണം ഐക്യം, വിശ്വസ്തത, അഖണ്ഡത, ജീവനോടുള്ള തുറവി, ഇത് ക്രിസ്ത്യാനിയുടെ വിവാഹത്തിന്റെ മാത്രമൊന്നുമല്ല. ലോകത്തിൽ ആദ്യത്തെ പെണ്ണിനെയും ചെറുക്കനെയും തമ്മിൽ തമ്പുരാൻ കെട്ടിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ ഏർപ്പാടാണ്. ഒരുപാട് പെണ്ണുങ്ങളെയും ഒരുപാട് ചെറുക്കന്മാരെയും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നാൽ ഇനി പ്രജനനം നടത്തിക്കോ എന്നല്ല പറഞ്ഞത്. ഒരാണും ഒരു പെണ്ണും ഐക്യം. അഹോ അവസാനം എന്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം സർട്ടിഫിക്കറ്റ് തന്നത് ആദാം തന്നെയാണ്. ഐക്യം, അഖണ്ഡത, ഈ 2 സംഗതികൾ. പുരുഷൻ സ്ത്രീയോട് ചേരും, വിശ്വസ്തത. അവരിരുവരും ഒരു ശരീരമായി തീരും, അഖണ്ഡത. സന്താനപുഷ്ടിയുള്ളവനായി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുക, ജീവനോടുള്ള തുറവി. കുടുംബത്തിന് എപ്പോ കത്തിവെച്ചോ അപ്പൊ തീർന്നു മനുഷ്യകുലത്തിന്റെ അടിവേര്. അത് അകത്ത് കടന്നു. അതുകൊണ്ട് വ്യക്തികൾ അതിന്റെ പേരാണ് വിവാഹം. ഈ 4 ഘടകങ്ങൾ ഏത് ബന്ധത്തിലാണോ നിലനിൽക്കുന്നത് അതിന്റെ പേരാ വിവാഹം. മറ്റേത് ഉപയോഗവാദപരമാണ്, യൂട്ടിലിറ്റേറിയനിസം. അതിന് വിവാഹമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പാപത്തിന്റെ പടുകുഴിയിൽ വീണിരിക്കുന്ന മനുഷ്യൻ അവൻ കാണിക്കുന്ന നരകതുല്യമായ പ്രവർത്തികൾ എന്നതിന്റെ അപ്പുറത്തേക്ക് സ്വർഗവിവാഹത്തിന് എന്ത് പ്രസക്തി?
നന്മ തന്നെ തള്ളിക്കളയപ്പെടുകയാണ്. തിന്മയെ നന്മയായി കൊണ്ടാടപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു 3 കാര്യങ്ങൾ. ഒന്ന്, നന്മ. വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നന്മ. വ്യക്തികൾക്ക് വേണ്ടിയും വ്യക്തികൾ തമ്മിലുമുള്ള ഇഴചേരലില്, അവരുടെ കൂടിച്ചേരലില്, ഒരു സമൂഹം എന്ന നിലയിൽ ഒക്കെ അവരിൽ സംജാതമാകുന്ന, അവർ പരസ്പരം പങ്കുവെക്കുന്ന, അവരനുഭവിക്കുന്ന, അവരവകാശപ്പെടുന്ന, അവർ സ്വീകരിക്കുന്ന നന്മ. ഈ നന്മ തള്ളിക്കളയപ്പെടുകയാണ്. റിജക്ഷൻ. രണ്ടാമത്തേത്, അത് അശുദ്ധമാക്കപ്പെടുകയാണ്. ഡീസാക്രലൈസേഷൻ. ഡീസാക്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിശുദ്ധമാക്കപ്പെടുക എന്നുള്ളതാണ് കൂടുതൽ ശരി. അശുദ്ധമാക്കപ്പെടുകയല്ല, അവിശുദ്ധമാക്കപ്പെടുക. ഒരിക്കൽ വിശുദ്ധമായിരുന്നതിനെ ഡീസാക്രലൈസ് ചെയ്യുക, അവിശുദ്ധമാക്കുക. മൂന്നാമത്തേത് ഡീഹ്യൂമനൈസ് ചെയ്യുക, മനുഷ്യത്വരഹിതമാക്കുക. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെ ബന്ധങ്ങളിലാണോ ഉണ്ടാകുന്നത് അതൊക്കെയും മനുഷ്യന്റെ കഷ്ടതയുടെ, മനുഷ്യന്റെ പാപാവസ്ഥയുടെ, അവന്റെ മൂല്യബോധമില്ലായ്മയുടെ നേർചിത്രങ്ങളാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ ഈ ഖണ്ഡികയല്ല, ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം ഒരു ഭീഷണി എന്ന വണ്ണം നമ്മുടെ മനസ്സിനകത്ത് സദാപി നിലകൊള്ളണം. അതിതാണ്: ഒന്നും വിശുദ്ധമായി കരുതാത്ത വ്യക്തിയും സമൂഹവും. ഒന്നും വിശുദ്ധമായി കരുതാത്ത വ്യക്തിയും സമൂഹവും ധാർമ്മിക ക്ഷയത്തിന് വിധേയമാകും, മറിച്ച് തോന്നിച്ചാൽ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല, എന്റെ സമൂഹത്തിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കോളും. ഇല്ല സർ, പോവില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടാക്കിയിട്ട്, അത് ദയവ് ചെയ്ത് നമ്മൾ ഒരു വെളുത്ത തൊലിയുള്ളവന്റെ രാജ്യത്തിലേക്ക് മാത്രം നോക്കരുത്. എവിടെയും, അത് 3ാം ലോക രാഷ്ട്രങ്ങളിലായിക്കൊള്ളട്ടെ, വികസ്വര രാജ്യങ്ങളിലായിക്കൊള്ളട്ടെ, വികസിത രാജ്യങ്ങളിലായിക്കൊള്ളട്ടെ, എവിടെയാണോ ഈ വിശുദ്ധി നഷ്ടപ്പെടുന്നത്, ഒന്നും വിശുദ്ധമായി കരുതാത്ത, ഒന്നിനും അത്തരം ഒരു പ്രാമുഖ്യം കൊടുക്കാത്ത, മൂല്യത്തിന് പ്രാമുഖ്യം കൊടുക്കാത്ത, മൂല്യബോധമില്ലാത്ത ഒരു നിയമവും ഒരു സമൂഹവും ഒരു ഭരണവർഗവും അടിമകളും അടിയാളരും എല്ലാം ധാർമ്മിക ക്ഷയത്തിന് വിധേയത. ഇനിയിപ്പോ നമുക്ക് അപ്പോഴൊന്നും അനുഭവിച്ചെന്ന് വരില്ല, പക്ഷേ കാലത്തിന്റെ തികവിൽ അത് ഉപദ്രവം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അടുത്ത അധ്യായം, 7-ാം അധ്യായം, ദൈവകാരുണ്യം സഭയുടെ ദൗത്യത്തിൽ എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞതിനെ ഒരു പഴയ നിയമ സംഭവത്തിൽ ഒന്ന് സംഗ്രഹിച്ചാൽ, അദ്ദേഹം ആ അവസാനിപ്പിക്കുന്ന കാര്യം വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സോദോം ഗൊമോറയിലാണ്. ഒരു ചെറിയ ആ ഒരു തെറ്റിന്റെ പേരിൽ മാത്രമല്ല ഞാനത് സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിലെ ധാർമ്മികാധപതനം എങ്ങനെയാണ് ദൈവകോപത്തെ ക്ഷണിച്ചു വരുത്തിയത് എന്നുള്ളതിന്റെ നേർചിത്രമായി സോദോം ഗൊമോറ നിൽക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ അത് ലൈംഗിക അധാർമികതയായിരുന്നു. തീർച്ചയായും ഇവിടെയും ലൈംഗിക അധാർമികതയാണ് ഒന്നാമത് എങ്കിൽ പോലും മറ്റ് അധാർമികതകളെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണോ കുടുംബങ്ങളുടെ മൂല്യങ്ങൾ തുരക്കം വെക്കപ്പെടുന്നത്, എവിടെയാണോ മാനുഷിക മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്, എവിടെയാണോ സനാതന ധർമ്മത്തിന് ക്ഷതം സംഭവിക്കുന്നത്, എവിടെയാണോ ലൈംഗികതയുടെ വിശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത്, എത്ര ആടയാഭരണങ്ങൾ ഉണ്ടെങ്കിലും, എത്രമേൽ നല്ല അത്താഴ വിരുന്നുകളാണെങ്കിലും, എത്ര മിച്ചം കളയാൻ മാത്രം നീ ധനവാനായിരുന്നാലും, ചരിത്രം പറയുന്നു ഒരു കുടവട്ടപ്പാടകലെ,
ഒരൊറ്റ കൊടകൊട്ടപ്പാടകലെ ഗന്ധകവും തീയും നിന്റെ വിധിയായി നിന്നെ കാത്തു നിൽക്കുന്നു. അതാണ് സത്യം. അതിന് ഒരു പ്രതിവിധിയേ ഉള്ളൂ: മനസ്സന്തരപ്പെടുക. സാമൂഹിക ചക്രവാളത്തിൽ ക്രിസ്തു ഉദിക്കാത്തിടത്തോളം കാലം നയരൂപീകരണത്തിൽ, രാഷ്ട്ര നിർമ്മാണത്തിൽ, നിയമ പാലനത്തിൽ ക്രൈസ്തവ സമീപനമില്ലാത്തിടത്തോളം കാലം മനുഷ്യൻ ഭീതിതമായ അവന്റെ വിധിയിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അധ്യായം 7 കടക്കുക. ദൈവകാരുണ്യം സഭയുടെ ദൗത്യത്തിൽ എന്നതാണ് ഇത്. ഇതൊരു താരതമ്യേന വലിയ ഒരു അധ്യായമാണ്. എങ്കിൽ പോലും അത് ഒതുക്കി പറയാൻ പര്യാപ്തവുമാണ്. കാരണം നേരത്തെ കണ്ട അതുപോലെ തന്നെ കുറെ കൂടി മുന്നറിവുകൾ നമുക്കുള്ള ഒരധ്യായമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാമാന്യം സ്പീഡിൽ പോകും എന്നുള്ളത് ക്ഷമാപൂർവ്വം അറിയിക്കട്ടെ. ഓർക്കുന്നുണ്ടാവണം, മറിയത്തിന്റെ സ്തോത്രഗീതം തലമുറ തോറും നിലനിൽക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞവളാണ് മറിയ. അപ്പൊ അതിലെ ആണ് മാർപ്പാപ്പ ആരംഭിക്കുന്നത്. തലമുറ തോറും നിലനിൽക്കുന്ന കാരുണ്യത്തിന്റെ വാഹകയാണ് തിരുസഭ. എങ്ങനെയാണ് ദൈവത്തിന്റെ കരുണ നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ സരളമായ ഒരു ഉത്തരമായിട്ടാണ് നമുക്ക് തരുന്നത്. അതിതാണ്: ദൈവത്തിന്റെ കരുണ തലമുറ തോറും പ്രവഹിപ്പിക്കുന്നത് തിരുസഭയാണ്. അതുകൊണ്ട് മനുഷ്യ മഹാകുടുംബത്തിൽ തലമുറ തോറും സഭ ദൈവകാരുണ്യത്തിന് സാക്ഷിയാകണം, അതിൻ്റെ വാഹകയാകണം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് പഴയ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം പുതിയ ഉടമ്പടി, പാരമ്പര്യം, യേശുക്രിസ്തുവും ശിഷ്യന്മാരും അവർ എന്നുള്ള ആ കാരുണ്യത്തിന്റെ ഭണ്ഡാരം, അതിൽ നിന്ന് കാൽപ്പാടുകൾ പിന്തുടർത്തി മിശിഹായുടെ ദൗത്യ ആ ഒരു സംഘാതാത്മകമായ തിരുസഭയുടെ ആദിമ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്ന കാരുണ്യത്തെ അതുപോലെ തന്നെ തലമുറകളിലേക്ക് അതേ സഭയുടെ അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മിശിഹായുടെ ദൗത്യമായിരിക്കുന്ന കാരുണ്യം എന്ന് പറയുന്ന അവസ്ഥയെ സഭ ഏറ്റുപറയണം. ലോകത്തിന്റെ മുമ്പാകെ രക്ഷാകര വിശ്വാസ സത്യം എന്ന നിലയിൽ ദൈവത്തിന്റെ കാരുണ്യം പ്രകീർത്തിക്കണം, പ്രഘോഷിക്കണം, അനുവർത്തിക്കണം, നടപ്പിലാക്കണം. എല്ലാ ജനതകളോടും ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യണം. ശാരീരികവും ധാർമ്മികവുമായ എല്ലാ തിന്മകളുടെ മുമ്പാകെയും അതിനെ ഉല്ലംഘിക്കുന്ന ദൈവത്തിന്റെ കൃപയെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച് തിരുസഭ പ്രഘോഷിക്കണം. അതില് അദ്ദേഹം പറയുന്നത് ഇതാണ്: ദൈവത്തിന്റെ കാരുണ്യം സഭ ഏറ്റുപറയുന്നു, പ്രഘോഷിക്കുന്നു. അത് വിവരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കാരുണ്യം സഭ ഏറ്റുപറയുന്നു, പ്രഘോഷിക്കുന്നു. ഇത് പറയാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് ഇതാണ്: കരുണയുടെ അതുല്യമായ പ്രകാശനത്തെ നാം ഓർമ്മിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്ന വിവിധ വേദികളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, വിശുദ്ധ പാരമ്പര്യത്തിലുണ്ട്, ലിറ്റർജിയിൽ നമ്മൾ അത് സാഘോഷം കൊണ്ടാടുന്നുണ്ട്, അനുദിന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്നുണ്ട്. ഇത് നടത്തണം. അങ്ങനെ മനുഷ്യൻ അവന്റെ സാധാരണ ജീവിതത്തിൽ, അവന്റെ അസ്തിത്വത്തിൽ കരുണയിലൂടെ ദൈവത്തെ കണ്ടുമുട്ടുന്നു. കരുണ ലഭിക്കുന്ന അവൻ ദൈവത്തിനെ മനസ്സിലാക്കുന്നു. ദൈവം തരുന്ന കരുണയെ മറ്റൊരുവന്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ദൈവകാരുണ്യം എന്ന് പറയുന്നത് അനുഭവിക്കുന്നത് ദൈവാനുഭവമാണ്. കാരുണ്യത്തിന്റെ വാഹകനും കാരുണ്യത്തിന്റെ പരികർമ്മിയുമാവുക എന്നത് ദൈവാനുഭവത്തിന്റെ മാറ്റപ്പേരാണ്. ക്രിസ്തുവിന്റെ നമുക്കറിയാം, ജനന, പ്രഘോഷണ, പീഡാനുഭവ, ഉദ്ധാനവേളകളെല്ലാം ദൈവത്തിന്റെ കരുണയുടെ, അതായത് ഒറ്റ വാക്കി പറഞ്ഞാൽ മിശിഹാ സംഭവം തന്നെ ദൈവത്തിന്റെ കരുണയുടെ ദർശനമാണ് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുക. അതുകൊണ്ടാണ് ഫിലിപ്പോസിനോട് പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം
അത് മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയുള്ള മാധ്യമമായിരുന്നു ക്രിസ്തു. അത് തന്നെയായിരുന്നു ക്രിസ്തു. ദൈവത്തിന്റെ കരുണയുടെ മൂർത്തിമദ്ഭാവമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തിയതാണ് ക്രിസ്തു. അതുകൊണ്ട് എവിടെയാണോ നാം ക്രിസ്തുവിനെ കൊടുക്കുന്നത്, അവിടെ ദൈവത്തിന്റെ കരുണ കൊടുക്കുന്നു. നേരെ തിരിച്ച് ദൈവത്തിന്റെ കരുണ കൊടുക്കുന്ന സമയത്തെല്ലാം നാം ക്രിസ്തുവിനെയും കൊടുക്കുന്നു. തമ്മിൽ മാറ്റി നിർത്താൻ പറ്റില്ല. ഒന്നാണ് മറ്റത്. തമ്മിൽ ഭേദമില്ല, വ്യത്യാസമില്ല. ഇതായിട്ട് പറഞ്ഞ് ഇതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ, സഭയുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സഭ ദൈവകാരുണ്യത്തിന്റെ കാര്യവിചാരകയും വിതരണക്കാരിയുമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ചുരുക്കത്തില് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതാണ് കാരുണ്യത്തിന്റെ വാഹകയാകുന്നത്. കാരുണ്യത്തിന്റെ വാഹകയാകുക എന്ന് പറയുന്നതാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്. തമ്മിൽ ഭേദമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക. മരണത്തെക്കാൾ ശക്തമായ കാരുണ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ദിവ്യകാരുണ്യം, ആ ദിവ്യകാരുണ്യത്തിലൂടെയാണ് ദൈവകരുണയ്ക്ക് ഒരു ക്രിസ്ത്യാനി, ദൈവമകൻ, ദൈവമകൾ പാത്രീഭൂതയാകുന്നത്. ദൈവം നമ്മോടുകൂടെ, ദിവ്യകാരുണ്യം എന്നത് ദൈവം നമ്മോടുകൂടെ എന്നതിൻ്റെ കൃത്യമായ അനുഭവത്തിന്റെ പേരാണ്. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്കും പാപത്തേക്കാൾ ശക്തമായ ഈ സ്നേഹം ഇറങ്ങിച്ചെല്ലുകയാണ്. റോമൻ ലത്തീൻ ക്രമം അനുസരിച്ചിട്ട് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം രക്ഷകന്റെ മരണവും അവന്റെ മഹത്വപൂർണമായ ഉത്ഥാനവും പ്രത്യാഗമനം വരെ പ്രഘോഷിക്കുകയാണ് നാം ചെയ്യുന്നത്. അവിടുത്തെ കരുണ അനുഭവിക്കുക, വീണ്ടും അതേ കരുണ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ദ്വിമുഖ കരുണയുടെ വ്യാപാരം എന്ന് പറയാം. കരുണയുടെ വ്യാപനത്തിന് വേണ്ടിയുള്ള ദ്വിമുഖ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കരുണ സ്വീകരിക്കുന്നു, കരുണ കൊടുക്കുന്നു. ഇനി അദ്ദേഹം 5-ാമത്തെ ഖണ്ഡികയിലേക്ക് വരുമ്പോ ഒരു തർക്കശാസ്ത്രപരമായി നിലനിൽക്കുന്ന, അഥവാ അങ്ങനെ നമുക്ക് സമീപിക്കാവുന്ന ഒരു സംഗതിയാണ്, വാദമുഖമാണ് മുന്നോട്ട് വെക്കുന്നത്. ലോകത്തിൽ പാപമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞതിനെ ഞാനൊന്ന് വിഭജിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അതിനെ സമീപിക്കാൻ. ലോകത്തിൽ പാപമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ, അതിന് തുല്യമായി നിൽക്കുന്ന വസ്തുത, അതുപോലെ തന്നെ അസ്തിത്വപരമായി നിൽക്കുന്ന മറ്റൊരു വസ്തുത, ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പൊ പാപമുണ്ട്, ദൈവം ലോകത്തെ സ്നേഹിച്ചു. രണ്ടും വസ്തുതാപരമായി സാധുതയുള്ള സംഗതികളാണ്. അതെന്തിനാ ദൈവം സ്നേഹിച്ചത്? എന്തുകൊണ്ടാണ്? ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നിന് ദൈവത്തിന് സാധ്യമല്ലാത്ത വിധം തന്റെ സൃഷ്ടിയെ അവിടുന്ന് സ്നേഹിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന് കാരുണ്യം ആയിട്ടല്ലാതെ വെളിപ്പെടാതിരിക്കാൻ സാധ്യമല്ല. അവിടുന്ന് ഈ ലോകത്തോട് സംസാരിക്കുന്നുവെങ്കിൽ അത് കാരുണ്യത്തിന്റെ രൂപത്തിലായിരിക്കും, അല്ലാതെ വരില്ല. അതുകൊണ്ട് തന്റെ ഏകജാതനെ കരുണാപൂർവം ഈ ലോകത്തിലേക്ക് അയച്ചു, ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷിക്കാൻ. അപ്പൊ ദൈവം ശിക്ഷിക്കത്തില്ല, ഉറപ്പിക്കാൻ. കാരണം അവിടുന്ന് കരുണ മാത്രമാണ്. അപ്പൊ മനുഷ്യന് ശിക്ഷയൊന്നുമില്ല. അല്ല. മനുഷ്യന്റെ യഥാർത്ഥ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് ഈ പ്രവാസ ഭൂമിയിൽ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ്. എങ്കിലും, അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. എങ്കിലും എന്നുള്ള അവിടെ വെച്ചിരിക്കുക. വീണ്ടും പറയുന്നു, അദ്ദേഹം പഴുതടച്ചാ പറയുന്നത്. എങ്കിലും എന്നുള്ളത് അവിടെ നിൽക്കുന്നുണ്ടേ, അതവിടെ വെച്ചോട്ടെ. ദൈവം അനന്തനാണ്, അന്തമില്ല. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്തും അനന്തമായിരിക്കും. ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണ്, യാതൊരു സംശയവും വേണ്ട. തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന ധൂർത്തപുത്രന്മാരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം നിസ്സീമമാണ്, അനന്തമാണ്. കാരണം അങ്ങനെ അല്ലാതെ ദൈവത്തിന് പെരുമാറാൻ പറ്റില്ല. അതാണല്ലോ എത്ര തവണ ക്ഷമിക്കണം. പരിമിതികളുള്ള മനുഷ്യ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് പത്രോസ് ചോദിച്ചു. ക്രിസ്തു പറഞ്ഞു 7 തവണ 70. ദൈവമായവൻ ദൈവത്തിന്റെ ഭാഷയിൽ സംസാരിച്ചതാണ്. 7 തവണ 70 എന്നതിന് അനന്തം എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ മനുഷ്യനും അങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അനന്തക്ഷമയുടെ എന്താണെന്ന്
ക്രിസ്തു അവിടെ അടയാളപ്പെടുത്തി. മനുഷ്യന്റെ പാപം അത് എത്രമേൽ വലുതായിരുന്നാലും ദൈവത്തിന്റെ ക്ഷമ അതിനേക്കാളും വലുതാ. മനുഷ്യ പാപത്തിന്റെ പടുകുഴിയാണ് ദൈവസ്നേഹത്തിന്റെ നിപാത ലക്ഷ്യം എന്ന് പറഞ്ഞത് വിശുദ്ധ കൊച്ചുത്രേസ്യ. അപ്പോ ദൈവത്തിന്റെ കരുണയെയും സ്നേഹത്തെയും ഉല്ലംഘിക്കുന്ന ഒരു പാപവുമില്ല. എന്നാൽ അത് നമ്മൾ ഒരു 3 ഖണ്ഡിക മുമ്പ് പറഞ്ഞു വെച്ചു. എന്നാൽ ഇതിനെ പരിമിതപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയില്ല. അനന്തമാണ്, കരുണയാണ്, വാത്സല്യമാണ്, ക്ഷമയാണ്, മറയ്ക്കുന്നതാണ്. പരിമിതപ്പെടുത്താൻ കഴിയും. ആർക്ക് കഴിയും? എനിക്ക്, നിങ്ങൾക്കും കഴിയും. ആരെയും ദൈവം നരകത്തിലേക്ക് വിടുകയില്ല. പക്ഷേ എനിക്കവിടെ പോകാം. എൻ്റെ കൃത്യമായ സാധ്യതയായി ഞാനത് മനസ്സിലാക്കണം. മനുഷ്യന്റെ സന്മനസ്സിന്റെ അഭാവത്തിന്, അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗത്തിന് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ കഴിയും. അതിൻ്റെ പേരാ മരണം, നിത്യമരണം, നിത്യനാശം, നിത്യനരകം. അതൊരു സാധ്യതയാ. കാരണം എൻ്റെ കൂടെ എൻ്റെ അസ്തിത്വത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എൻ്റെ ആത്മാവിന്റെ നിത്യനാശം എന്ന് പറയുന്നത് ഒരു സാധ്യതയായി, സജീവ സാധ്യതയായി എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. കൃപാവരത്തോടും സത്യത്തോടുമുള്ള എൻ്റെ എതിർപ്പിന്, ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള എൻ്റെ മറുതലിപ്പിന് നിശ്ചയമായും എന്നെ അപകടപ്പെടുത്താൻ കഴിയും. ഒരേ സമയം അത് മനുഷ്യന്റെ പരിമിതിയാണ്. അതേസമയം അതേ മനുഷ്യൻ അതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അപരിമേയമായ ദൈവത്തിന്റെ കാരുണ്യത്തെ അവകാശപ്പെടുത്താനും പ്രാപ്തനാണ്, യോഗ്യനാണ്. അതിനുള്ള അവകാശവും അതിനുണ്ട്. സഭ ഈ മാനസാന്തരത്തെയാണ് ഏറ്റുപറയുന്നത്. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ മനസാക്ഷിയെ ഉപയോഗിച്ച് ഞാൻ കരഗതമാക്കേണ്ടുന്ന മാനസാന്തരത്തെ കുറിച്ചിട്ടാണ് അവിടുന്ന് അത് പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ ആശ്രയിക്കുകയല്ല. ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെ, പരമകാരുണികനായ ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെ നിൽക്കെ ഈ സ്വഭാവത്തിലേക്ക് എന്നെ വിളക്കി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെയാണ് പലപ്പോഴും ശിക്ഷിക്കാത്ത ദൈവം എന്ന് പറയുന്ന ആശയം അപഹാസ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവം ശിക്ഷിക്കുന്നൊന്നുമില്ലെന്നേ. ദൈവത്തിന്റെ ഒരു സ്വഭാവത്തോട് എൻ്റെ ഒരു നിലപാടിനെ വെറുതെ കൂട്ടിക്കെട്ടുക ചെയ്യുന്നത്. ദൈവത്തിന് ആ സ്വഭാവം ഉണ്ടെങ്കിൽ, എനിക്ക് ഇതാണ് നിലപാടെങ്കിൽ, ആ സ്വഭാവവും എൻ്റെ നിലപാടുമായിട്ട് പൊരുത്തമില്ലാതെ വരുന്നു. അതിൻ്റെ അകത്തെ മുഴുവൻ കഷ്ടതകളും ഞാൻ അനുഭവിക്കേണ്ടി വരുന്നവനാ. അപ്പോ ഈ മാനസാന്തരത്തെ സഭ ഏറ്റുപറയുന്നു. എന്നിൽ ഉള്ള അതായത് ഈ മാനസാന്തരത്തിലൂടെ കിട്ടുന്ന ദൈവാനുഭവം എൻ്റെ സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗമാണ്. എൻ്റെ പിതാവുമായി ഞാൻ തരേണ്ടുന്ന, ഞാൻ അടിസ്ഥാനപ്പെടുത്തേണ്ടുന്ന ബന്ധത്തിൽ ഊന്നിയതാണത്. മനുഷ്യനോടുള്ള അവിടുത്തെ ഉടമ്പടിയുടെ ചരിത്രത്തിൽ അവിടുന്ന് വിശ്വസ്തത, ഹെസഡ് പുലർത്തി. പുത്രന്റെ ക്രൂശ് മരണത്തിലും ഉത്ഥാനത്തിലും അവിടുന്ന് ഹെസഡ് പുലർത്തി. എന്തേ ക്രൂശ് മരണത്തിൽ ദൈവം എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു? അവിടുന്ന് തന്നോട് തന്നെ വിശ്വസ്തനായിരുന്നു. ഉടമ്പടി പാലിക്കാത്ത ജനം വിശ്വസ്തരായിരുന്നില്ല. നിയമം അനുസരിക്കാത്ത ജനം വിശ്വസ്തരായിരുന്നില്ല. പക്ഷേ ദൈവം തന്നോട് തന്നെയും നമ്മോടും വിശ്വസ്തനായിരുന്നതിനാൽ നീതി നടപ്പാകാൻ വേണ്ടി അവിടെ വിശ്വസ്തതാപൂർവമുള്ള മൗനം അവലംബിച്ചു. ശേഷം അവിടെ അവസാനിക്കുന്നില്ല, നീതിയിൽ അവസാനിക്കുന്നില്ല കർത്താവിന്റെ ക്രൂശ് മരണം. വീണ്ടും നമ്മളത് കാണുകയാണ്. മാനസാന്തരം എന്നത് ദൈവപിതാവിനെ വീണ്ടും കണ്ടുമുട്ടലാണ്, ഒഴിഞ്ഞ കല്ലറയിലൂടെ കടന്നു പോകലാണ്. എന്നേക്കും അവിടത്തോടു കൂടിയുള്ള ആ വാസത്തിന്റെ മാർഗമാണത്. അവിടെ നമ്മളാണ് ഹെസഡ് പുലർത്തേണ്ടത്. നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ വിശ്വസ്തയോടും സ്വതന്ത്രമായ സമ്മതത്തോടും കൂടിയുള്ള പ്രവേശനം വഴിയായിട്ടാണ് ഈ പെസഹ രഹസ്യത്തെ നാം അവകാശപ്പെടുത്തുന്നത്.
അദ്ദേഹം പറയുന്നു, കാരുണ്യത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള, കരുണാസമ്പന്നതയെക്കുറിച്ചുള്ള ഈ യഥാർത്ഥമായ ജ്ഞാനം, ഇവിടെയാണ് ദൈവം കാരുണ്യവാനാണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന നമ്മുടെ ചില വികടതരങ്ങളെ അദ്ദേഹം പൊളിച്ചടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല, ദൈവം എന്തായാലും എന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സമ്പന്നതയെ കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ് 3 കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ആ ടൈറ്റിലേക്ക് അടുക്കുകയാണ്. കരുണാസമ്പന്നൻ, ദിവസിൻ മിസരിക്കോഡിയ, അതാണല്ലോ നമ്മുടെ പുസ്തകത്തിന്റെ താക്രിക ലേഖനത്തിന്റെ പേര്. കാരുണ്യത്തിന്റെ ദൈവത്തെക്കുറിച്ച് അറിയും തോറും, ദൈവത്തിന്റെ കരുണാസമ്പന്നതയെക്കുറിച്ച് അറിയും തോറും 3 കാര്യങ്ങൾ, 3 നിലപാടുകൾ, 3 വസ്തുതകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. ഒന്നാമത്തേത്, ഈ ദൈവത്തിന്റെ കരുണ മാനസാന്തരത്തിനുള്ള സ്ഥിരവും അക്ഷയവുമായ ഒരു ക്ഷണത്തിന്റെ ഉറവിടമാണ്. ദൈവത്തിന്റെ കാരുണ്യം നമ്മെ മാനസാന്തരപ്പെടുന്നതിൽ അലസരാക്കുകയല്ല ചെയ്യുന്നത്. നേരെ തിരിച്ച് സ്ഥിരമായി മാനസാന്തരപ്പെടാനുള്ള വലിയ വിളി തരികയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തേത്, ഒരു നിമിഷത്തിൽ കണ്ടെത്തുന്ന ഒരു സംഗതി അല്ല ഈ മാനസാന്തരം എന്ന് പറയുന്നത്. അതൊരു ക്ഷണഭങ്കുരമായ സംഗതിയല്ല. അത് ഒരു പ്രോസസ്സാണ്. ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് ഒരു നിമിഷം തോന്നുന്നതല്ല, അത് എല്ലാ സമയവും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കരുണയോട് സമീപിക്കുമ്പോഴെല്ലാം മാനസാന്തരത്തിന്റെ വൈവശ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, മാനസാന്തരത്തിന്റെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം എന്നല്ല അതിന്റെ വിവക്ഷ. നമ്മൾ കഴിഞ്ഞ കുറി കണ്ടു, നീ രക്ഷിക്കപ്പെട്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്ന് രക്ഷിക്കപ്പെട്ടു? 6 മാസമായി ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ 7 കൊല്ലമായി. അല്ല, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച്, ശരിയായ കാഴ്ചപ്പാടനുസരിച്ച് സഭയുടെ പൂർണ്ണമായ വിവേകപൂർണവും ആധികാരികവുമായ പഠിപ്പിക്കലാണല്ലോ. അതനുസരിച്ചിട്ട് മനുഷ്യൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ജീവിതം നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ നേരത്തെ അഖില ലോക പ്രസിഡന്റ് ആയിരുന്ന ചാൾസ് വൈറ്റ്ഹെഡ് പ്രതിരോധാത്മക അനുതാപം എന്ന് വിശേഷിപ്പിച്ചത്. ഈ അനുതാപമാണ് നമ്മളെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അതിനെതിരായി ഒരു വാക്സിനേഷൻ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്, ഒരു കവചമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. പ്രതിരോധാത്മക, പ്രിവെന്റീവ് റിപ്പൻഡൻസ്. അദ്ദേഹം ഇതിനെപ്പറ്റി ഈ 3 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളൂ. പ്രിവെന്റീവ് റിപ്പൻഡൻസ് മാർപ്പാപ്പ പറഞ്ഞതല്ല, ഞാനത് പറയാനുള്ള എളുപ്പത്തിന് പറഞ്ഞതേ ഉള്ളൂ. പ്രതിരോധാത്മക അനുതാപം, ഇതാണ് എപ്പോഴും ദൈവത്തിന്റെ കരുണ നമ്മളിൽ ഉണർത്തുന്ന സ്ഥായിയായ ഭാവം. പഥികരായ നമ്മുടെ തീർത്ഥാടന മുദ്രികമാകേണ്ടത് ഈ സ്ഥിര മാനസാന്തര അനുഭവത്തിലാണ്. നമ്മൾ ഈ യാത്ര ചെയ്ത് കടന്നു പോവുകയാണ്. അങ്ങനെ ഈ സ്ഥിര മാനസാന്തരാനുഭവത്തിലുള്ള ഒരാൾക്ക്, ഉള്ള ഒരു സമൂഹത്തിനെ, ഉള്ള ഒരു സഭയ്ക്ക് പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ. മാനസാന്തര വ്യഥ അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് മാനസാന്തരത്തിന്റെ വ്യഥയിലേക്ക് മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. മാനസാന്തരത്തിൽ മുന്നേറുന്ന ഒരാൾക്ക് മാത്രമേ മാനസാന്തരത്തിന്റെ വിത്തിടാൻ പറ്റുകയുള്ളൂ. മാനസാന്തരം പൂർണ്ണമായി എന്നും ഞാൻ നന്നായി കഴിഞ്ഞു എന്നും വിചാരിക്കുന്ന ഒരാൾ അതിനാൽ തന്നെ നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളിലൂടെ, ആ ഒരു നിലപാടുള്ള സമൂഹത്തിലൂടെ, പ്രഘോഷണ ശൈലിയുടെ ബാക്കി പ്രബോധനത്തിലൂടെ നമുക്കൊരിക്കലും ആരെയും നേടാൻ കഴിയില്ല. അപ്പോ ക്രൂശിതനെയും ഉദ്ധിതനെയും മാനസാന്തരപൂർവ്വം പ്രഘോഷിക്കുക എന്നത് സഭയുടെ ഹൃദയത്തിന്റെ സ്പന്ദനമാണ്, ജീവിത സാക്ഷ്യമാണ്, ദൗത്യമാണ്, മെസ്സയാനിക സന്ദേശത്തിന്റെ രത്നചുരുക്കമാണ്. ചുരുക്കത്തിൽ ക്രിസ്തീയതയുടെ ആത്മസത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഖണ്ഡിക അവസാനിപ്പിക്കുക.
അദ്ദേഹം പറയുന്നു, രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് സഭയിൽ തന്ന എക്യുമെനിക്കൽ തുറവിയെ കുറിച്ച് നാം കൂടുതൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇതാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ പരിചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരൊറ്റ വാക്ക് മാത്രം അദ്ദേഹം പറയുന്നത്, ബലഹീനതയിൽ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ക്രിസ്തുവിന്റെ മനസ്സറിയാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ വേലിക്കെട്ടുകൾ, നമ്മളെ ഒറ്റപ്പെടുത്തുകയും വേർതിരിക്കുകയും ചെയ്യുന്ന മതിലുകൾ കണ്ടെത്താനും തിരിച്ചറിയാനും അവയെ ഇല്ലാതെയാക്കാനുള്ള പരിഹാര മാർഗങ്ങൾ ക്രിസ്തുവിൽ അന്വേഷിക്കാനും നാം ദത്തശ്രദ്ധരായിരിക്കണം, അദ്ദേഹം പറയുന്നു. കാരണം ഒന്നേ ഉള്ളൂ, പിതാവും ക്രിസ്തുവും ഒന്നാണ് എന്ന് ലോകം അറിയണം. എല്ലാവരും ഏക ഇടയന്റെ കീഴിലാകണമെന്ന് ക്രിസ്തുവിന് ആഗ്രഹമുണ്ട്. ഈ ആത്യന്തിക ആഗ്രഹത്തെ ക്രിസ്തുവിൽ വെളിപ്പെട്ട പിതാവിന്റെ സ്നേഹത്തിലേക്ക് എല്ലാ ആടുകളും ഒരുമിച്ച് നടന്ന് ഏക ഇടയനും ഏക തൊഴുത്തുമാവുക എന്നത് ക്രിസ്തുവിന്റെ ആഗ്രഹമാണ്. അത് നടപ്പാക്കാനാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്ന സഭ എല്ലാ കാലത്തും ശ്രദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കാരുണ്യം പ്രയോഗത്തിലാക്കാൻ സഭ ശ്രമിക്കുന്നു എന്ന സബ് ടോപ്പിക്കും അതിനപ്പുറത്തേക്ക് ഒരൊറ്റ ഒരു അധ്യായം കൂടിയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സോട് കൂടി സമാപിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോ 1.5 മണിക്കൂറായി. ഇപ്പൊ നമ്മൾ കണ്ടത് സബ് ടോപ്പിക് 1 7-ാമത്തെ അധ്യായം, 6-ാമത്തെ അധ്യായം കഴിഞ്ഞു. 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ സബ് ടോപ്പിക്ക് നമ്മൾ കണ്ടു. അടുത്തത് കാരുണ്യം പ്രയോഗത്തിലാക്കാൻ സഭ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, നീതി നടപ്പാക്കാനല്ല, കാരുണ്യം പ്രയോഗത്തിലാക്കാൻ സഭ എങ്ങനെയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതും, കാരുണ്യത്തിനു വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥന എന്നുള്ള ഒരു ഹ്രസ്വമായ അധ്യായവുമാണ്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പര്യവസാനിപ്പിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്കത് ഓടിച്ചു തീർത്താൽ അത് മുഴുവനാവില്ല. അതുകൊണ്ട് ക്ഷമിക്കണം, നമുക്കിവിടെ നിർത്താം. അങ്ങനെയല്ലേ ജോസൂട്ടി? അങ്ങനെ ചെയ്യാം. നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് കൺക്ലൂഡ് ചെയ്യുകയും കൂടി ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അവലോകനം നടത്തി ഒന്നുകൂടെ ഉരുക്കഴിച്ചിട്ട് വേണം നമുക്ക് നിർത്താൻ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ടതിനെ നമുക്ക് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ്: നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ലോകത്തിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളും നീക്കുപോക്കുകളും ഉണ്ട്. എല്ലാം അപര്യാപ്തമാണ് എന്നുള്ളത് അനീതി അനുഭവിക്കുന്ന ഒരു ജനതയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തുറന്ന മനസ്സുള്ള ആർക്കും കണ്ടെത്താൻ കഴിയും. നീതിയല്ല യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന് വേണ്ടത്. എന്ത് കാരണത്താലാണോ അനീതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ആ ഒരു പ്രവർത്തന ശൈലിയെ, ആ ഉറവക്കണ്ണുകളെ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കുക. അതൊരു വേള ഭരണചക്രങ്ങളായിരിക്കാം, അതൊരു വേള ദർശനങ്ങളായിരിക്കാം, ഒരു വേള നിയമങ്ങളായിരിക്കാം. അവയെ ഓരോന്നും സുവിശേഷീകരിക്കപ്പെടുന്നതാണ് കൃത്യമായ സത്യസന്ധമായ ഒരു സമീപന മാർഗം എന്നും അതല്ലാതെ വേറെ പരിഹാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു സാമൂഹിക പ്രബോധനത്തിന്റെ ഒരു ഭംഗിയും അതിൻ്റെ ചൊവ്വയും ശൈലിയുമുള്ള ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനുശേഷം കാരുണ്യം എങ്ങനെയാണ് സഭ അത് നടപ്പിൽ വരുത്തുന്നത് എന്നുള്ള ഒരു പരിചിന്തനത്തിന് ശേഷം നമുക്കുറക്കെ നിലവിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. സഭയുടെ നിലവിളി ദിഗന്ധങ്ങളിൽ മുഴങ്ങട്ടെ, അവളുടെ വിലാപം
ദൈവം കേൾക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി അദ്ദേഹം ഈ ചാക്രിക ലേഖനം ഉപസംഹരിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇത് ഉപസംഹരിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ. സ്വർഗീയപ്പച്ച, അവിടുന്ന് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഞങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങയുടെ മക്കളായി മാറാമെന്ന് അങ്ങയുടെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈശോയെ, ഞങ്ങൾ വളരെ നിഷ്കർഷയോടെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുകയും ഞങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ള വിശ്വാസത്തിൽ പല അനീതിക്കും ഞങ്ങൾ കൂട്ടുനിൽക്കുകയും ഞങ്ങൾ തന്നെ അനീതി ചെയ്യുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് ഞങ്ങൾക്ക് വരച്ചു കാണിച്ചു തന്നത്. നീതിയുടെ പേരിൽ എത്രയോ അനീതികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ വീരവാദം മുഴക്കുകയാണ്, ഞങ്ങൾ ചെയ്തത് ശരിയാണ്. നർത്തമ്പുരാനെ, അവിടുത്തെ കരുണ ഒന്നുകൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ യഥാർത്ഥ നീതി പുലരുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എൻ്റെ ഈശോയെ, ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പോലും അങ്ങയുടെ കരുണയുടെ മുഖത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പലപ്പോഴും ഒരു തെറ്റ് ഒരാൾ ചെയ്യുന്നതായി കണ്ടു കഴിഞ്ഞാൽ അവന് തക്കതായി ശിക്ഷ കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്നതായി കാണാറുണ്ട് ഈശോയെ. എന്നാൽ സ്വന്തം ജീവിതത്തിൽ അതേ തെറ്റ് അവൻ ചെയ്യാനിടയായാൽ തനിക്ക് കരുണ ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നു. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ആശയം പറഞ്ഞു വച്ചിരിക്കുന്നവർക്കാണ് ഈശോയെ. മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ അവർ തക്കതായി ശിക്ഷിക്കപ്പെടണം, എന്നാൽ ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നോട് ക്ഷമിക്കപ്പെടണം. ഇങ്ങനെയുള്ള മനോഭാവമാണ് പലപ്പോഴും ഞങ്ങൾ പുലർത്താറുള്ളത്. അങ്ങനെയെങ്കിൽ എനിക്ക് എങ്ങനെ സ്വർഗീയപ്പച്ചൻ്റെ മകളായി മാറാൻ കഴിയും തമ്പുരാനെ? ഈശോയെ, ഇത് വലിയൊരു തുറവി ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഡിവേഴ്സിൻ മിസറിക്കോഡിയയുടെ ഇന്നത്തെ ഈ അധ്യായം വലിയ ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. തെറ്റിന് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് നീതി നടപ്പാക്കാം എന്നുള്ള തെറ്റായ ചിന്ത മാറി ദൈവത്തിൻ്റെ കരുണ കാണിച്ചുകൊണ്ടുള്ള വഴി, ക്രിസ്തുവിനോട് വെളിപ്പെട്ട ദൈവിക കാരുണ്യം സ്വജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മാത്രമേ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കുമൊക്കെ നീതിക്ക് വേണ്ടി പൊരുതുവാനായി സാധിക്കൂ എന്നുള്ള സത്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നല്ലോ ഈശോയെ. അതോടൊപ്പം മാർപ്പാപ്പ ഇന്ന് നിലവിലിരിക്കുന്ന നല്ലതെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന പല തിന്മകളെയും വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു തന്നു. വിശുദ്ധമെന്ന് കരുതപ്പെടേണ്ട അല്ലെങ്കിൽ കരുതപ്പെട്ടിരുന്ന പല കാര്യങ്ങളെയും അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതൊന്നും സാരമില്ല എന്നുള്ള മനോഭാവത്തിലേക്ക് കടന്നു പോകുന്ന ആധുനിക മനുഷ്യൻ്റെ വലിയ പോരായ്മ ഒക്കെയും ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എൻ്റെ കർത്താവെ, പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ, ഇത് കേട്ടിരുന്ന ഞങ്ങൾക്കെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചാലേ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനായി ഞങ്ങളുടെ ജീവിതത്തിലൂടെ സാധിക്കുള്ളല്ലോ. അതിനുള്ള വലിയ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയാണല്ലോ തലമുറകൾ തോറും അവിടുത്തെ കരുണയെപ്പറ്റി വാഴ്ത്തപ്പെടും എന്ന് പ്രവചിച്ചത്. അമ്മയുടെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തലമുറയിലും വരും തലമുറകളിലും ദൈവകാരുണ്യം ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ, ദൈവകാരുണ്യത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചതായി ഞങ്ങൾ ലോകത്ത് കേട്ടില്ല എന്ന് ഓർക്കണമേ.
രാജ്ഞിയായ കന്യകേതയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെടുന്ന തൃപ്പാദത്തുക ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ടത് പാപിയായ ഞാൻ നിന്റെ ദയാധികത കാത്തുന്നതിന്റെ സന്നിധിയും നൽകുന്നു. അവരിച്ച വചനത്തിന്റെ മാതാവിന്റെ അമ്മയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടേണമേ. ആമേ. ക്രിസ്തുവിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ. താങ്ക് യു. ഇപ്പോഴും